ലെനയ്ക്ക് ഇവിടെ ഒരു ഇൻട്രൊഡക്ഷൻ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ബട്ട് ദെൻ എന്നെ അധികം ആർക്കും അത്ര പരിചയം ഉണ്ടാവില്ല. പക്ഷേ നിങ്ങൾ കുറച്ച് പേരെങ്കിലും എൻ്റെ ഒരു പുസ്തകം, ആദ്യത്തെ പുസ്തകത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടാവും, ഹാപ്പിലി ഡിവോഴ്സ്ഡ്. ഞാൻ 6 മാസം മുമ്പ് എൻ്റെ രണ്ടാമത്തെ പുസ്തകത്തിൻ്റെ പണിപ്പുരയിലായിരിക്കുന്ന സമയത്ത്, ലാസ്റ്റ് മിനുക്കുമണികളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു ദിവസം ഞാൻ ലെനയുടെ ഒരു സ്പീച്ച് കാണാനിടയായി. അപ്പം ലെന അതിനുള്ളിൽ പറയണത് വിമനപോസ് എന്ന് പറയുന്ന ഒരു പുസ്തകത്തിനെ കുറിച്ച് ലെന ആദ്യമായിട്ട് ഒരു പബ്ലിക് സ്പേസിൽ പറയുന്നതായിരുന്നു ഞാൻ കേട്ടത്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഭയങ്കര സന്തോഷം തോന്നി, കാരണം ഞാനും അതേ വിഷയത്തിൽ തന്നെയാണ് ആ രണ്ടാമത്തെ പുസ്തകം ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം എനിക്ക് പെട്ടെന്നൊരു സിസ്റ്റർഹുഡോ ഒക്കെ തോന്നി. അതിലപ്പുറത്ത് എനിക്ക് തോന്നിയൊരു സന്തോഷം എന്താണെന്ന് വെച്ചാൽ, ലെനയെ പോലെ തന്നെ സെലിബ്രിറ്റി ആയിട്ടുള്ള ഒരുപാട് റീച്ചുള്ള ആളുകൾ ശ്രദ്ധിക്കുന്ന ഒരാൾ ഇത്രയും കാലം നമ്മൾ സംസാരിക്കാതിരുന്ന ഒരു വിഷയം സംസാരിക്കുന്നു എന്നുള്ളതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. താങ്ക് യു ലെന ഫോർ ടോക്കിംഗ് അബൌട്ട് ഇറ്റ് ആൻഡ് റൈറ്റിംഗ് ദ ബുക്ക്. ആൻഡ് അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, അങ്ങനെയാണ് ഞങ്ങൾ രണ്ടുപേരും ഈ പ്ലാറ്റ്ഫോമിൽ ഒരുമിച്ചിരിക്കുന്നത്. ഒരേ ബുക്ക്, രണ്ടുപേര് ഒരിക്കലും കണ്ടിട്ടില്ലാതിരുന്ന രണ്ട് മനുഷ്യർ എവിടേക്കോ ഇരുന്ന ഒരേ വിഷയത്തെക്കുറിച്ച് പുസ്തകം എഴുതി. അങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ എത്തിയത്. താങ്ക് യു വൺസ് അഗൈൻ. നമുക്ക് അധികം മുഖവരകളൊന്നുമില്ലാതെ പുസ്തകത്തിലേക്ക് കടക്കാം. ആസ് ഐ സെഡ്, ലെനയുടെ പുസ്തകം വിമനപോസ്. അപ്പോൾ ലെറ്റ് മീ ജസ്റ്റ് ബിഗിൻ വിത്ത് വൈ ദിസ് ബുക്ക് ആൻഡ് വൈ നൗ. നമസ്കാരം കോഴിക്കോട്. ഞങ്ങൾ സിനിമക്കാർക്ക് ഏറ്റവും കൂടുതൽ പ്രോത്സാഹനവും എന്താ പറയുക, അപ്രിസിയേഷൻ കിട്ടുന്ന നാടാണ് കോഴിക്കോട്. അതുകൊണ്ട് നിങ്ങളുടെ മുന്നിൽ ഇന്ന് ഞാനിരിക്കുന്നത് ബോത്ത് നിങ്ങൾക്ക് 10-27 വർഷമായിട്ട് അറിയാവുന്ന സിനിമാ നടിയായിട്ടും ഇപ്പോൾ കഴിഞ്ഞ 3 വർഷമായിട്ട് അറിയാവുന്ന ഓഥറായിട്ടും. സോ താങ്ക് യു ഫോർ ഓൾ ദ ലവ് ആദ്യമേ പറയുന്നു. താങ്ക് യു ഫോർ മേക്കിംഗ് ദ ബുക്സ് എ സക്സസ്. ഇംഗ്ലീഷിലെ ബുക്കും വളരെ നന്നായിട്ട്, പെൻഗ്വിൻ്റെ എഡിഷൻ നന്നായിട്ട് പോകുന്നു. മലയാളത്തിൽ ദൈവത്തിൻ്റെ ആത്മകഥ എന്ന പേരിൽ 12th എഡിഷനിലാണ് പ്രിൻറ്റ്. സോ താങ്ക് യു വൺസ് അഗൈൻ ഫോർ ഓൾ ദ ലവ്. ആൻഡ് നിഷ, താങ്ക് യു ഫോർ ദ ബ്യൂട്ടിഫുൾ ഇൻട്രോ ആൻഡ് ഫോർ ദ ലവ്ലി ക്വസ്റ്റ്യൻ. മൈ പ്ലഷർ. നിഷ സംസാരിക്കുന്നത് എൻ്റെ സെക്കൻഡ് ബുക്ക് വിച്ച് ഈസ് അപ്കമ്മിങ്. ഇവിടെ ആദ്യമായിട്ട് KLF ബുക്ക് ഇറങ്ങുന്നതിന് മുമ്പ് ആയതുകൊണ്ട് ആദ്യമായിട്ടായിരിക്കും ഒരു ഒരു ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ അപ്കമ്മിങ് ബുക്ക് വുമനോപോസ്. നമ്മൾ മെനോപോസ് എന്ന് കേട്ടിട്ടുണ്ട്, അതിൻ്റെ മുമ്പിൽ WO ആഡ് ചെയ്താൽ വുമനോപോസ് ആവും. ബുക്കിൻ്റെ ടൈറ്റിൽ ഇസ് വിമൻ ഓ പോസ്. ആ രീതിയിലാണ് ടൈറ്റിൽ വരുന്നത്. സ്ത്രീകളുടെ ഹെൽത്തിനെ കുറിച്ചും, സ്ത്രീകളുടെ ഹെൽത്ത് ഏത് രീതിയിൽ പല ഏജസിൽ എങ്ങനെ അവരുടെ റിലേഷൻഷിപ്സിനെയും എങ്ങനെ സൊസൈറ്റിയെ മുഴുവനായിട്ടും എഫക്റ്റ് ചെയ്യുന്നു, സ്ത്രീകൾ ഏത് രീതിയിൽ അവരുടെ സ്പെസിഫിക് ആയിട്ടുള്ള ഹെൽത്ത് കൺസേൺസിനെ കുറിച്ച് അവെയർ ആവണമെന്നും ഇതൊക്കെയാണ് ഈ ബുക്കിൽ പറയുന്നത്. ഈ ബുക്ക്, നൗ ഐ എം കമ്മിങ് ടു നിഷാസ് ക്വസ്റ്റ്യൻ, വൈ ദിസ് ബുക്ക് ആൻഡ് വൈ നൗ? ദാറ്റ് ആൻസർ ലൈസ് ഇൻ ടൈം. ഐ ആം ടേണിംഗ് 45 years old this year. ഞാൻ എക്സാക്ട്ലി ആ ഏജിലൂടെയാണ് കടന്നു പോകുന്നത്. വി കോൾ ഇറ്റ് പെരിമെനോപോസ്. ഒരുപാട് ആൾക്കാർക്ക് ഈ പേരിനെ കുറിച്ച് അറിയില്ല. പെരിമെനോപോസ് എന്നുള്ള ടൈറ്റില് വളരെ റീസെൻ്റ് ആയിട്ടാണ് കേട്ടു തുടങ്ങിയത്. സോ വൈ ദിസ് ബുക്ക് എന്ന് പറഞ്ഞാൽ, വൺ, ബിക്കോസ് ഐ ഹാവ് എക്സാക്ട്ലി സ്റ്റെപ്ഡ് ഇൻ ടു ദാറ്റ് ഫേസ് ഓഫ് മൈ ലൈഫ്. ആൻഡ് സെക്കൻഡ്, ആസ് എ ടീനേജർ ഐ ഹാവ് നോട്ടിസ്ഡ് മൈ മദർ ലിറ്ററലി സഫർ ഫ്രം ദിസ് ഫേസ് ഓഫ് ഹെർ ലൈഫ്. ആൻഡ് എൻ്റെ അമ്മയുടെ ആ സഫറിങ് ഞങ്ങളുടെ എൻറ്റയർ ഫാമിലിയെ എഫക്റ്റ് ചെയ്തു. അമ്മ അല്ലെങ്കിൽ ആ വീട്ടിലെ സ്ത്രീ, ഗൃഹനാഥ എന്ന് നമ്മൾ മലയാളത്തിൽ വിളിക്കുന്ന ആ റോൾ വളരെ വലുതാണ്. ആ നെടുന്തൂണിന് ഒരു പ്രോബ്ലം ഉണ്ടായി കഴിഞ്ഞാൽ അത് ഹസ്ബൻഡിനെ എഫക്റ്റ് ചെയ്യും, കുട്ടികളെ എഫക്റ്റ് ചെയ്യും, പേരൻസ് അവിടെ താമസിക്കുന്നുണ്ടെങ്കിൽ അവരെ എഫക്റ്റ് ചെയ്യും. ആ എഫക്റ്റേഷൻ കാരണം ഇവർ പുറത്തേക്ക് ലോകത്തിലേക്ക് പോയിട്ട് ഈ ഹസ്ബൻഡ് പോയി അയാളുടെ വർക്ക് സ്പേസിൽ ബിഹേവ് ചെയ്യുന്നത്, ആ കുട്ടികൾ പുറത്തേക്ക് പോയി അവരുടെ ഓൺ ടീനേജ് സ്ട്രഗിൾസുമായിട്ട് ബുദ്ധിമുട്ടുന്നത്, എല്ലാം
അതുവരെ നിയന്ത്രിച്ചുകൊണ്ടിരുന്നത് ആ സ്ട്രെങ്ത് ആയിട്ട് നിന്ന ഗൃഹനാഥയാണ്. വെൻ ദ ഗൃഹനാഥ ഗോസ് ത്രൂ എ സർട്ടൻ ചേഞ്ച്, ജസ്റ്റ് ലൈക്ക് കുട്ടികൾ അവരുടെ അഡൾട്ട്ഹുഡിലേക്ക് കയറുമ്പോൾ ടീനേജ് അല്ലെങ്കിൽ അഡോളസൻസ് എന്ന് നമ്മൾ പറയുന്നത്, ആ ഫേസിലൂടെ പോകുന്ന പോലെ തന്നെയുള്ളൊരു ഫേസാണ് സ്ത്രീകൾ പോകുന്നത്. അപ്പോൾ ഈ ബുക്കിൽ ഞാനൊരു വേർഡ് കോയിൻ ചെയ്തിട്ടുണ്ട് അതിന്. നമ്മൾ കുട്ടികൾ അഡൾട്ട്ഹുഡിലേക്ക് കടക്കുന്ന ആ ഫേസിനെ ടീനേജ് അല്ലെങ്കിൽ അഡോളസൻസ് എന്ന് പറയുമ്പോൾ, സ്ത്രീകൾ പോകുന്ന ഈ പെരിമെനോപോസൽ ഫേസിന് നമുക്ക് വിമനസെൻസ് എന്ന് വിളിക്കാം. ഇറ്റ്സ് എ ട്രാൻസ്ഫോർമേഷൻ ഫ്രം വുമൺ to if she wants she can become the goddess herself. This is the concept. നമ്മൾ പക്ഷേ if we don't take care of that face, you can become self-destructive and destructive to your relationships, your family and society at large. So thank you for all the support. Okay, you've been talking about womenopause. So why this title, womenopause? And did you coin that as well? No, I cannot take credit for the title. ഈ ടൈറ്റിൽ എൻ്റെ ഹസ്ബൻഡ് പ്രശാന്ത് ബാലകൃഷ്ണൻ നായരാണ് സജസ്റ്റ് ചെയ്തത്. That's lovely. ഞാൻ ഓരോ ചാപ്റ്ററും, ഇൻഫാക്ട് ഹി വാസ് സ്ട്രഗ്ലിങ് വിത്ത് മീ ത്രൂ ദിസ് ഫേസ്. അപ്പോൾ ഞാൻ ഈ ബുക്കിൻ്റെ ടൈറ്റിൽ പറയുമ്പോൾ ഐ എം തിങ്കിങ് ഓഫ് ദ ടൈറ്റിൽ. ഞാൻ പല ടൈറ്റിൽസ് പറഞ്ഞപ്പോൾ പ്രശാന്ത് ഏട്ടനാണ് Okay. വൈ നോട്ട് വിമനോപോസ് എന്ന് പറഞ്ഞപ്പോൾ ഇറ്റ് ഇമ്മീഡിയറ്റ്ലി സ്ട്രക്ക്. And Penguin authors love it. And other beautiful news is that Penguinum DC booksum parallel ആയിട്ടായിരിക്കും, ഒരേ സമയത്തായിരിക്കും ഇംഗ്ലീഷും മലയാളം എഡിഷൻസ് ഇറക്കുന്നത്. There will be no waiting time. And that is all thanks to DC Ravi sir. താങ്ക് യു. നമുക്കറിയാം നമ്മളുടെ കൾച്ചറിൽ പ്യൂബേർട്ടീനെ സെലിബ്രേറ്റ് ചെയ്യുന്നൊരു കൾച്ചറാണ് നമ്മളുടേത്. കാരണം ദാറ്റ് സിഗ്നിഫൈസ് ദ റിപ്രൊഡക്റ്റീവ്, അല്ലേ? റിപ്രൊഡക്ഷനെ സിഗ്നിഫൈ ചെയ്യുന്നതാണ്. ഒരു സ്ത്രീയുടെ ശരീരം റിപ്രൊഡക്ഷൻ റെഡി ആവുന്നു എന്നുള്ള ഒരു ഫേസ് ആണത്. ബട്ട് ദെൻ ഇത് ഫെർട്ടിലിറ്റി അവസാനിക്കുന്ന ഒരു സമയം, ദാറ്റ് ഇസ് മെനോപോസ്. അതിനെക്കുറിച്ച് നമ്മൾ ഒന്നും സംസാരിക്കുന്നില്ല. ദാറ്റ്സ് എ ട്രാൻസിഷൻ സ്റ്റേജ്, and you call it a transition stage. And why that silence about that? ഈ സൈലൻസ് മനഃപൂർവ്വമല്ല. എന്ന് വെച്ചാൽ ടീനേജേഴ്സ് അല്ല അവരുടെ ട്രാൻസിഷൻ ആഘോഷിക്കുന്നത്, അവരുടെ പേരൻസും സൊസൈറ്റിയുമാണ്. ബിക്കോസ് നമ്മൾ സ്പ്രിങ്ങിലേക്ക് കടക്കുന്നു. നൗ എവറിത്തിങ് ഈസ് ഗോയിങ് ടു ബ്ലോസം. Nobody usually celebrates autumn and winter because everything is going to fall. It's fall season. It's going to get cold എന്നുള്ളൊരു ഭയം. എന്നാൽ നമുക്ക് പലവർക്കും വിൻ്റർ ഇഷ്ടമാണ്, നമുക്ക് തണുപ്പ് ഇഷ്ടമാണ്, നമുക്ക് ഫോൾ സീസണിൽ ട്രീസിൻ്റെ യെല്ലോ, ഓറഞ്ച്, റെഡ് കളേഴ്സ് ഇഷ്ടമാണ്. ബട്ട് നമ്മൾ മനസ്സിൽ കാണുന്നത് വൺ യു ആർ ഗെറ്റിംഗ് ഇൻ ടു ഫെർട്ടിലിറ്റി, ദ അതർ വൺ യു ആർ ഗെറ്റിംഗ് ഔട്ട് ഓഫ് ഫെർട്ടിലിറ്റി. ആ സമയത്ത് ഇൻഫാക്ട് ഓൺലി ദോസ് വിമൻ നോ വാട്ട് ദറ്റ് ഇസ്. ഇപ്പോൾ ഒരു കുട്ടി ഒരു അഡൾട്ടായി മാറുമ്പോൾ എല്ലാവർക്കും കാണാം ആ ചേഞ്ച്. വളരെ വ്യക്തമായിട്ടുള്ളൊരു ചേഞ്ചാണ്. നമുക്ക് കാണാം കുട്ടിയിൽ നിന്നും യൗവനത്തിലേക്ക് കടക്കുന്നു. ഓ, എ ഹോൾ ന്യൂ ചേഞ്ച്, സോ ബ്യൂട്ടിഫുൾ. വെൻ എ വുമൺ ഇസ് ചേഞ്ചിങ് ആൻഡ് പെരിമെനോപോസ്, ബൈ ദ വേ, അറിയാത്തവർക്ക് പെരിമെനോപോസ് ഫോർ വിമൻ സ്റ്റാർട്ട്സ് ഫ്രം ദ ഏജ് ഓഫ് ആസ് ഏർലി ആസ് 30 or 35. From 35 till around 55, women can go through this phase. നമ്മൾ ആരും അറിയുന്നില്ല, ഈ സ്ത്രീകൾ പോലും അറിയുന്നില്ല. വി സേ ബോയിലിംഗ് എ ഫ്രോഗ് സ്ലോലി എന്ന് പറയും. നമ്മൾ ചൂടുവെള്ളത്തിലേക്ക് ഒരു തവള എടുത്തിട്ട് കഴിഞ്ഞാൽ അത് ചാടി രക്ഷപ്പെടും. നമ്മൾ ഒരു തവളയെ വെള്ളത്തിലിട്ട് ആ വെള്ളം പതുക്കെ അടിയിൽ നിന്ന് ചൂടാക്കിയാൽ ആ ഗ്രാജുവൽ പ്രോസസ്സ് കാരണം ദ ഫ്രോഗ് വിൽ നോട്ട് നോ ആൻഡ് ഇറ്റ് വിൽ ലൈ ഇൻ ദ വാട്ടർ ആൻഡ് ബോയിൽ. So this is a similar condition. It's not a sudden change like the hormones coming on. When the hormones are going off, അത് വളരെ സ്ലോ ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്, സ്ലോ ഡിപ്ലീഷൻ. ആൻഡ് ദ ചേഞ്ചസ് ആർ സൈക്കോളജിക്കൽ ആസ് വെൽ. അപ്പം മിക്ക സ്ത്രീകളും വിചാരിക്കുന്നത് സംതിങ് ഈസ് റോങ് വിത്ത് മീ, എനിക്ക് എന്തോ പ്രശ്നം പറ്റുന്നുണ്ട്, ഞാൻ ഭയങ്കര ഇറിറ്റബിൾ ആവുന്നുണ്ട്, ഞാൻ വെയിറ്റ് ഗെയിൻ ചെയ്യുന്നുണ്ട്, എനിക്ക് മുമ്പത്തെ അത്രയും ക്ലാരിറ്റി ഇല്ല,
ചില സമയത്ത് കാഴ്ച പോലും ചില സമയത്ത് കണ്ണട ആവശ്യമുള്ള പോലെ ചില സമയത്ത് ക്ലിയർ ആയിട്ട് കാണാം. എവറിത്തിങ് ഇസ് ഇൻ ഫ്ലക്സ് ആൻഡ് ദ വുമൺ ഹെർസെൽഫ് ഗെറ്റ്സ് കൺഫ്യൂസ്ഡ് ബിക്കോസ് ഇതിനെപ്പറ്റി ലൈക്ക് മെഡിക്കൽ ടെക്സ്റ്റ് ബുക്സ് ആൻഡ് എവറിത്തിങ് ഹാവ് ടോട്ട് us അബൌട്ട് അഡോളസൻസ്. ഈ ട്രാൻസിഷനെ പറ്റി മെഡിക്കൽ ടെക്സ്റ്റ് ബുക്സിൽ തന്നെ ദ മെറ്റീരിയൽ വാസ് സോ ലിറ്റിൽ ബിക്കോസ് എത്രയോ കാലത്തേക്ക് അഡ്വാൻസ്ഡ് എഡ്യൂക്കേഷൻ ഇൻ മെഡിസിൻ വാസ് ഹാൻഡിൽഡ് ബൈ മെൻ. Men wrote the medical textbooks. So they didn't know about it. They don't know that such a thing exists. Even today, if we try to explain this to a man, he has to handle only one hormone primarily, testosterone. And it recycles every 24 hours. He does not understand that ഒരു പുരുഷന് 24 മണിക്കൂർ എന്താണോ അതാണ് ഒരു സ്ത്രീയുടെ ലൈഫിൽ 28 ദിവസം. ഒരു ദിവസമാണത്. നമ്മൾ പറയില്ലേ ഈ ദൈവങ്ങളുടെ ഇത്രയും 1000 ദിവസം, നമ്മുടെ ഇത്ര 1000 ദിവസം ദൈവങ്ങളുടെ ഒരു ദിവസമാണെന്നൊക്കെ പറയണ പോലെ സ്ത്രീകളുടെ 28 ദിവസമാണ് ആക്ച്വലി നോർമൽ. 28 ദിവസമാണ് സ്ത്രീകളുടെ ഒരു ദിവസം. ഇഫ് യു ടേക്ക് ഇറ്റ് ദറ്റ് വേ, വാട്ട് ഇസ് ഈക്വലൻ ടു 24 hours ഇൻ എ മാൻസ് ലൈഫ്. 24 hours വീണ്ടും എല്ലാം റിഫ്രഷായി. ഒരു സ്ത്രീയുടെ ഒരു സൈക്കിൾ റിഫ്രഷായി വരണമെങ്കിൽ 28 ദിവസം എടുക്കും. അതിൽ 4 സീസൺസ് പോലെ ഹോർമോൺസ് അപ്പ് ആൻഡ് ഡൗൺ പോവും. അപ്പോൾ ഇതൊരു പുരുഷൻ്റെ ബ്രെയിനിലേക്ക് ഇത് മനസ്സിലാവുകയില്ല. ഇറ്റ്സ് ഇംപോസിബിൾ. വാട്ട് വി ക്യാൻ ഹെൽപ്പ് അവർ മെൻ ഡു ഇസ് എഡ്യൂക്കേറ്റ് ദം ഓൺ വാട്ട് ഈസ് ഹാപ്പനിങ് ആൻഡ് ഹൗ ദേ ക്യാൻ സപ്പോർട്ട് ദ വിമൻ ദേ ലവ്. അത് സ്ത്രീകൾ തന്നെ വേണം ആ എഡ്യൂക്കേഷൻ കൊടുക്കാൻ. അതുകൊണ്ടാണ് ഇന്നത്തെ കാലത്ത് പെരിമെനോപോസ് എന്ന ഈ ടോപ്പിക് ഇത്രയും പോപ്പുലർ ആവുന്നത്. ഒരുപാട് ഫീമെയിൽ ഡോക്ടേഴ്സ് പേഴ്സണലി വെൻറ്റ് ത്രൂ ഇറ്റ്. ദെൻ ദേ സെഡ് വേർ ഇസ് ദ മെഡിക്കൽ റെമഡീസ് ഫോർ ദിസ്. അപ്പോൾ ഇല്ലാന്ന് കണ്ടുപിടിച്ച് ദേ റോട്ട് ദ ന്യൂ മെഡിക്കൽ ടെക്സ്റ്റ്സ്. സോ ഇറ്റ്സ് എ വെരി ന്യൂ ആൻഡ് എമർജിങ് ഫീൽഡ്. ഇറ്റ്സ് വെരി ഗുഡ് ന്യൂസ് ഫോർ ഓൾ ദ യങ് ലേഡീസ് ആൻഡ് ദെയർ മെൻ ഹിയർ ബിക്കോസ് പോകെ people like us who are now going into perimenopause will change the future for the next coming generations of women. So we need to make this a movement, an awareness movement. നമ്മുടെ അമ്മമാർ സ്ട്രഗിൾ ചെയ്തു. അവർക്ക് മുമ്പുള്ള ജനറേഷൻ പലരും പറയും, I think you even are going to ask about it, right? It's better you give the question, it will structure it much better. നമുക്കറിയാം സിനിമയിലും പോപ്പുലർ കൾച്ചറിലൊക്കെ ഏജിങ് മെൻ ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. നമുക്കറിയാം. ഞാൻ ആരുടെയും പേര് പറയുന്നില്ല, ബട്ട് ദെൻ 60-ലും 70-ലും ഒക്കെയുള്ള ആളുകളെ ഭയങ്കരമായിട്ട് സെക്സി, ഹാൻസം, ഇൻ്റലിജൻറ്റ്, എക്സ്പീരിയൻസ്ഡ് എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഒരു 30-35 വയസ്സ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ 40 കഴിഞ്ഞാൽ പിന്നെ പറയാൻ വേണ്ട, ഞങ്ങളൊക്കെ അടക്കം കേൾക്കുന്ന തെറിവിളികൾ തള്ളച്ചി, അമ്മായി എന്നൊക്കെയുള്ള വിളികളാണ്. സോ വൈ ഡു യു തിങ്ക് ദിസ് ഡബിൾ സ്റ്റാൻഡേർഡ്? I think everyone here is looking at me as though I'm very beautiful. And എല്ലാവരും എന്നെ എപ്പോഴും വളരെയധികം പ്രോത്സാഹിപ്പിക്കാറുണ്ട്. യു ആർ ലുക്കിംഗ് ബ്യൂട്ടിഫുൾ, ഹൗ ഡു യു മെയിൻറ്റെയിൻ യുവർ ഹെൽത്ത് ആൻഡ് ഓൾ ദിസ്. അപ്പം ഡിപ്പെൻസ്. അത് എനിക്ക് ആസ് എൻ ആക്ടർ കിട്ടിയിട്ടുള്ള സ്നേഹമായിരിക്കാം. ബിക്കോസ് എന്നെ പല വേഷങ്ങളിൽ, ഞാൻ 35 വയസ്സുള്ളപ്പോൾ ഇവിടെ എന്നും നിൻ്റെ മൊയ്തീനിൽ പാത്തുമ്മയായിട്ട് അഭിനയിച്ചതാണ്. 10-60 വയസ്സുള്ള അമ്മയായിട്ട്, പൃഥ്വിരാജിൻ്റെ അമ്മയായിട്ട്. സോ പീപ്പിൾ നോ ദാറ്റ് ഏജ് ഡസൻറ്റ് ഡിസ്റ്റർബ് മീ. So maybe that's why they know that even if they say that it's not going to have any negative impact on me. പക്ഷേ ചോദിച്ച ചോദ്യം വളരെ വാലിഡ് ആണ്. Many actresses say, why are we called older when the men our age are still playing heroes? എന്തുകൊണ്ട് ഞങ്ങൾ അമ്മ വേഷങ്ങൾ ചെയ്യണം, നിങ്ങളൊക്കെ ഹീറോ ആയിരിക്കുമ്പോൾ? ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഡിഫറൻസ് ആ പറഞ്ഞ 24 മണിക്കൂറിൽ ഒരു റീസൈക്ലിംഗ് ഓഫ് ടെസ്റ്റോസ്റ്ററോൺ നടക്കുന്നു. ആണുങ്ങൾക്ക് മേക്കപ്പ് ഇടേണ്ട ആവശ്യമില്ല. ഡേ 1 മുതൽ നമ്മൾ ഡേ 1 മുതലും മേക്കപ്പ് ഇടണം. ഇങ്ങനെ കുറച്ച് ബേസിക് ഡിഫറൻസസ് ഉണ്ട്. പുരുഷൻ്റെ ശരീരം ദേ ഗോ ത്രൂ എ സിമിലർ ഫേസ് ലൈക്ക് മെനോപോസ്. ഇറ്റ്സ് കോൾഡ് ആൻഡ്രോപോസ്. പക്ഷെ ആൻഡ്രോപോസ് സംഭവിക്കുന്നത് 70 വയസ്സിന് ശേഷമാണ്. സ്ത്രീകൾക്ക് ഇത് 30-35 മുതൽ തുടങ്ങുന്നു. അപ്പോൾ ഈ ട്രാൻസിഷനെ പറ്റി നമുക്ക് അറിയാത്തതുകൊണ്ട്
നമ്മൾ അറിയാത്തതിനെല്ലാം ഭയക്കും. അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ ആയിട്ടാണ് ഞാനിത് കാണുന്നത്. നമ്മളിത് കൂടുതൽ കൂടുതൽ അവെയർ ആക്കുമ്പോൾ ആൾക്കാർക്ക് മിഡിൽ ഏജ് സ്ത്രീകളോട് പേടി കുറയും. എന്തുകൊണ്ട്? മിഡിൽ ഏജ് സ്ത്രീകൾ അവരുടെ പേടി മറ്റുള്ളവരുടെ മേൽ ഇറിറ്റേഷനായിട്ടും എന്നെ ആരും മനസ്സിലാക്കുന്നില്ല എന്നും ഇതൊക്കെ പറയാതെ അവരെന്താണോന്ന് മനസ്സിലാക്കി കൊടുക്കാനുള്ള കപ്പാസിറ്റിയിലേക്ക് എത്തും. അപ്പോൾ അവർക്ക് അവരെ പേടി ഉണ്ടാവില്ല, അപ്പോൾ സമൂഹത്തിന് അവരെ പേടി ഉണ്ടാവില്ല. ആൻഡ് ഗ്രാജുവലി എല്ലാം മാറും. ഐ തിങ്ക് വി ആർ ഗോയിങ് ടു ക്രിയേറ്റ് ദാറ്റ് വേവ്. ലോകമെമ്പാടെ, നമ്മൾ നല്ല ലോകമെമ്പാടെ സ്ത്രീകൾ ഇപ്പോൾ പെരിമെനോപോസിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന സ്ത്രീകളാണ് ചരിത്രം മാറ്റി എഴുതാൻ പോകുന്നത്. മെനോ ഡിവോഴ്സ് ഒരു പുതിയ ഒരു ടേമാണ്, എമേർജിങ് ടേമാണ്. അപ്പം ഇപ്പം ഞാൻ എൻ്റെ ഹാപ്പിലി ഡിവോഴ്സ്ഡ് എന്ന് പറയുന്ന ബുക്കിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് സ്ത്രീകളോടൊക്കെ സംസാരിക്കുന്ന സമയത്ത് പലരും പറഞ്ഞ ഒരു കാര്യമാണ്, ഞങ്ങൾക്ക് പീരിയഡ്സ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടായിരുന്നു, മൂഡ് സ്വിങ്സ് ഉണ്ടായിരുന്നു, PMSലൂടെയൊക്കെ കടന്നു പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരു 40 അല്ലെങ്കിൽ 35 ഒക്കെ കഴിയുമ്പോഴത്തേക്കും നമ്മളുടെ എബിലിറ്റി ടു എന്താ പറയുക, സഹിക്കാനും ക്ഷമിക്കാനും ഒക്കെ ഉള്ളൊരു കഴിവൊക്കെ കുറഞ്ഞു വരുന്നുണ്ട്. ഓൾറെഡി ഒരു ട്രബിൾഡ് റിലേഷൻഷിപ്പിലോ മാരേജിലോ ഉള്ള ആൾക്കാരെ ഈ പെരിമെനോപോസൽ സ്റ്റേജ്, ഇപ്പോഴാണ് നമ്മൾ തന്നെ പെരിമെനോപോസൽ സ്റ്റേജ് എന്നൊക്കെ പറയുന്നത്, നമുക്കൊന്നും അറിയില്ല. ഈവൻ വെൻ ഐ വെൻ ത്രൂ മൈ ഡിവോഴ്സ് ഐ ഡിഡ്ന്റ് നോ അബൌട്ട് ഇറ്റ്. അപ്പം ഞാൻ ഇൻ ഹൈൻഡ്സൈറ്റ് എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു ഫാമിലി ലൈഫിലുള്ള ഇഷ്യൂസിനെ ഒരു പക്ഷേ ഈ പറയുന്ന എൻ്റെ ഹോർമോണൽ ചേഞ്ചസ് അഗ്രവേറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വാട്ട് ഡു യു തിങ്ക് അബൌട്ട് ഇറ്റ്? ഇപ്പോൾ 70% ഇത് വേൾഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്, ഞാൻ പറയുന്നതല്ല. ഇത് റീസെൻറ്റ് വേൾഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫ് ഡിവോഴ്സ് എടുത്തപ്പോൾ ദേ ഫൗണ്ട് ദാറ്റ് 70% ഓഫ് ഓൾ ഡിവോഴ്സസ് വേൾഡ് വൈഡ് ആർ ഇനീഷ്യേറ്റഡ് ബൈ എ വുമൺ ഓവർ 40. 40 വയസ്സിന് മുകളിലുള്ള ഒരു സ്ത്രീയാണ് അത് ആവശ്യപ്പെടുന്നത് ഇപ്പോൾ ലോകത്ത്. ആൻഡ് അതിനിപ്പോൾ ഒരു വേർഡ് കോയിൻ ചെയ്തിരിക്കുന്നു, മെനോ ഡിവോഴ്സ്. ഇതിൻ്റെ കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. ഒന്ന്, സ്ത്രീകൾ സെൽഫ് സഫിഷ്യൻ്റായി, അവരെ തന്നെ ടേക്ക് കെയർ ചെയ്യാൻ പറ്റുന്ന പോലെ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയി. അതൊരു റീസൺ. സെക്കൻഡ് റീസൺ, ഈസ്ട്രജൻ ആൻഡ് പ്രൊജസ്ട്രോൺ എന്ന് പറയുന്ന നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹോർമോൺസ് പണ്ട് കാലത്ത് നമ്മുടെ അമ്മമാർ അല്ലെങ്കിൽ മുത്തശ്ശിമാരുടെ കാലഘട്ടത്ത് ഫ്ലക്ച്വേറ്റ് ചെയ്യാത്ത പോലെയാണ് ഇപ്പോൾ ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നത്. വൺ ഇസ് ബിക്കോസ് വിമൻ ഹാവ് സ്റ്റാർട്ടഡ് ടേക്കിംഗ് എ മാസ്കുലിൻ റോൾ. വളരെ തണ്ടേടത്തോടുകൂടെ ബോൾഡ് എന്നൊക്കെയുള്ള വാക്ക് യൂസ് ചെയ്യും. പക്ഷെ ആ ബോൾഡ് ആവാൻ അവർ സാക്രിഫൈസ് ചെയ്യുന്നത് അവരുടെ സ്ത്രീത്വത്തെയാണ്. ഫെമിനിറ്റി, റിസെപ്റ്റിവിറ്റി, വൾണറബിലിറ്റി, ഇതൊക്കെ എവിടെയോ പൂട്ടിവെച്ച് പുറത്തേക്ക് തണ്ടേടത്തോടുകൂടെ വരികയാണ്. നമ്മൾ ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ എന്നൊക്കെ പറഞ്ഞാലും അതിനൊരു വലിയ കോസ്റ്റ് ഉണ്ട്. നമ്മൾ ഹാർഡ് ആവണം, നമ്മൾ ഒരു ആർമർ ഇട്ട പോലെ ആവണം. സോ ഓൾ ദിസ് ഇസ് കോൺട്രിബ്യൂട്ടിങ്. ഒന്ന്, നമ്മുടെ ഈ സ്ട്രക്ചർ. ഒരുപക്ഷെ ദ ഫെമിനിസ്റ്റ് മൂവ്മെൻറ്റ് ഫോട്ട് ഫോർ വിമൻ ടു ഹാവ് ഫ്രീഡം ആൻഡ് ഈക്വാലിറ്റി. ഇപ്പോൾ അത് പോയി ഇറ്റ് ഹസ് ഓൾമോസ്റ്റ് ടേൺഡ്, വിമൻ ഹാവ് ബിക്കം ദ മെൻ ദേ വാണ്ടഡ് ഇൻ ദിയർ ലൈഫ്. അവർക്ക് വേണ്ട തരം പുരുഷനെ ആവുന്നില്ലെങ്കിൽ ഐ വിൽ ബിക്കം ദാറ്റ് എന്നവർ പറഞ്ഞു. ബട്ട് ഇറ്റ്സ് വെരി ഡേഞ്ചറസ് ഫോർ സൊസൈറ്റി ആൻഡ് ഫോർ ദ വുമൺ എസ്പെഷ്യലി. യുവർ ഹോർമോൺസ് വിൽ ടേക്ക് എ ഹ്യൂജ് ടോൾ. And there are so many phytoestrogens in the pollution in the water, in the soil, plastics നമ്മുടെ എൻവയറമെൻറ്റിൽ ആവുന്നത്, when they disintegrate, they become phytoestrogens. So men and women have more phytoestrogens in their blood. ഇത് നമ്മൾ എടുത്തിട്ടല്ല, ഇൻവോളണ്ടറി ആയിട്ട് പ്ലാസ്റ്റിക് കുപ്പികളിൽ വെള്ളം കൊണ്ട് നടക്കുമ്പോൾ, പ്ലാസ്റ്റിക് കവറുകളിലാണ് നമുക്ക് എല്ലാ ഫുഡ് ഐറ്റംസും കിട്ടുന്നത്. ദ സീ വാട്ടർ ഇസ് പൊല്യൂട്ടഡ്, ദ എയർ ഇസ് പൊല്യൂട്ടഡ്, ദർ ആർ phytoestrogens everywhere. So now women suffer from estrogen dominance and so do men. And this affects our neurochemistry, our biochemistry, everything is already haywire. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ മുൻ തലമുറകൾക്ക് നേരിടേണ്ടി വന്നിട്ടില്ല. ഇതിനു മുകളിൽ സോഷ്യൽ മീഡിയ, വേർ everybody is telling us how to be.
This is how you should be. This is modern psychology. That is the right way to do things. This is what the influencer says. That is what everybody is confused. ഓൾറെഡി വളരെയധികം കൺഫ്യൂഷനിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ പെരിമെനോപോസൽ ഫേസ്. ഒരു ഐഡൻറ്റിറ്റി ഷിഫ്റ്റാണ്. അതിനോടൊപ്പം റെസ്പോൺസിബിലിറ്റീസ് കൂടുക ചെയ്യണം ഇന്നത്തെ കാലത്ത് ഫോർ എ വർക്കിംഗ് വുമൺ എസ്പെഷ്യലി. പണ്ട് ബൈ ദിസ് ഏജ് ചിൽഡ്രൻ ഹാവ് ഗ്രോൺ അപ്പ്. അവർ ദേ ആർ ഓൾറെഡി റീച്ച്ഡ് ഹൈസ്കൂൾ ഓർ കോളേജ്. ഇവർ പതുക്കെ ഒന്ന് റിലാക്സ് ചെയ്യാനുള്ള ടൈം എടുത്തു തുടങ്ങുന്നു. ഇപ്പോൾ കരിയർ വിമൻ ഹാവ് റീച്ച്ഡ് എ പീക്ക് ഇൻ ദെയർ കരിയർ. അവരവരുടെ എൻറ്റയർ കരിയർ സബോട്ടാജ് ചെയ്യേണ്ടി വരും ഈ സമയത്ത് ഒരു ബ്രേക്ക് എടുക്കണമെങ്കിൽ. ലൈക്ക് വെരി ഫേമസ് ഓൺട്രപ്രണേഴ്സ് ലൈക്ക് സാറ ബ്ലേക്ക്ലി ആൻഡ് ഓൾ ഹാഡ് ടു സെൽ ദിയർ എൻറ്റയർ ബിസിനസ് ബിക്കോസ് ഓഫ് പെരിമെനോപോസ്. അതുവരെ ഒരു കുട്ടിയെ പോലെ വളർത്തി കൊണ്ടുവന്ന ഒരു കരിയറിനെ. അപ്പോൾ ഇതൊക്കെ ആക്ച്വലി ഇത്ര സഫർ ചെയ്യേണ്ട ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ് ഇഫ് ദർ ഇസ് അവെയർനെസ് ആൻഡ് ഇഫ് ദർ ഇസ് സൊസൈറ്റി സപ്പോർട്ട്. അപ്പം ഞാൻ പറഞ്ഞ ഓരോ വാക്കും എൻ്റെ എക്സ്പീരിയൻസ് ആണെന്ന് നിങ്ങൾക്ക് ആക്ടറായ എന്നെ അറിയാവുന്നതുകൊണ്ട് അറിയാം. ഞാൻ 2024 KLF വന്നിരുന്ന് ദി ഓട്ടോബയോഗ്രഫി ഓഫ് ഗോഡിനെ പറ്റി സംസാരിക്കുമ്പോൾ, എൻ്റെ ഫസ്റ്റ് ബുക്കിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ എനിക്ക് ഷോർട്ട് ഹെയർ ആണ്, ബോബ് കട്ട്, 14 വർഷമായിട്ട് ഒറ്റയ്ക്ക് ജീവിച്ച ഒരു വ്യക്തിയാണ് ആ സ്റ്റേജിൽ വന്നിരുന്നത്. ഇപ്പം നിങ്ങളുടെ മുന്നിലിരിക്കുന്നത് കുറേയും കൂടി സ്ത്രീത്വം കഷ്ടപ്പെട്ടാണ് അത് തിരിച്ചു വരുന്നത്. വളരെ ബുദ്ധിമുട്ടാണ്. നമ്മൾ ഇത്രയും വലിയ കോട്ട പണന്നു നമുക്ക് ചുറ്റിനും. ഇപ്പോൾ ഈവൻ ടു ലെറ്റ് മൈ ഹസ്ബൻഡ് ടേക്ക് ദ മാസ്കുലിൻ റോൾ ഒരു പവർ സ്ട്രഗിൾ നടക്കുന്നുണ്ട്. ലക്കിലി ഞാനും അദ്ദേഹവും സ്പിരിച്വലി അവെയർ ആയതുകൊണ്ട് വി ആർ ഏബിൾ ടു സ്ലോലി ലവിങ്ലി ചേഞ്ച് ദാറ്റ് ഇക്വേഷൻ. ഇഫ് നോട്ട് ഇറ്റ് ഈസ് വെരി ഡേഞ്ചറസ്. ആൻഡ് നമ്മൾ ആരും അറിയുന്നില്ല, ഇത് ആരും മനഃപൂർവ്വം പോയി ചെയ്യുന്നൊരു കാര്യമല്ല. ലൈക്ക് നിഷ ജസ്റ്റ് സെഡ്, നൗ ഇൻ ഹൈൻസൈറ്റ് യു സീ ദാറ്റ് ഓ എനിക്കും അതിൽ എൻ്റെ ഹോർമോണൽ ചേഞ്ചസിനൊരു വലിയ പങ്കുണ്ടായിരുന്നു. പക്ഷേ ഇതിലിപ്പോൾ യൂഷ്വലി സ്ത്രീകൾക്ക് തോന്നുന്നത് ഷെയിം, ബ്ലെയിം, ഗിൽറ്റ്. അയ്യോ ഞാനാണ് അതിന് കാരണം. നോ, യു കെ നോട്ട് ഫീൽ ഷെയിം, ബ്ലെയിം ആൻഡ് ഗിൽറ്റ് ഫോർ സംതിങ് യു ഡിൻ നോ എനിത്തിങ് അബൌട്ട്. നിങ്ങൾ മനഃപൂർവ്വം ചെയ്തൊരു കാര്യമല്ല. അറിവില്ലായ്മ കൊണ്ട് ആണ് വളർച്ച തുടങ്ങുള്ളൂ. അറിവില്ലായ്മയിൽ നിന്നും തിരിച്ചറിവുണ്ടായി. സോ നൗ യു വിൽ മേക്ക് എ ബെറ്റർ ലൈഫ്. പിന്നെ ആസ് വി സേ എല്ലാം നല്ലതിന്. ഇപ്പം ലെന പറഞ്ഞതുമായിട്ട് ബന്ധപ്പെടുത്തി ഒരു 40കളിലേക്കൊക്കെ കടക്കുമ്പോൾ സ്ത്രീകൾ അവരെ തന്നെ ഒന്ന് റീഇൻവെൻറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് തോന്നാറുണ്ട്. കാരണം എന്താ വെച്ചാൽ അതുവരെ വളരെ ഡൊസൈലായി സബ്മിസീവായി നോ ഒക്കെ പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടി ജീവിച്ചിരുന്ന അല്ലെങ്കിൽ പീപ്പിൾ പ്ലീസിങ് ആയിട്ടൊക്കെ ജീവിച്ചിരുന്ന സ്ത്രീകൾ ഒരു 40ലേക്കൊക്കെ എത്തുമ്പോഴേക്കും അവർ they reach a point where it is like enough is enough. My question is menopause liberating women? ഈ പെരിമെനോപോസൽ ഫേസ്, പെരിമെനോപോസ് എന്ന് ഞാൻ പറയാൻ കാരണം മെനോപോസ് ഒരു ഫേസ് അല്ല. മെനോപോസ് ഒരു മൊമെൻ്റ് ആണ്. വെൻ യു ഹാവ് നോട്ട് ഹാഡ് എ പീരിയഡ് ഫോർ 1 year യു ആർ കോൾഡ് മെനോപോസൽ. അത് കഴിഞ്ഞാൽ യു ആർ പോസ്റ്റ് മെനോപോസൽ. സോ വെൻ ആർ യു മെനോപോസൽ? വെൻ യു റിയലൈസ് ദറ്റ് ഓ ഫോർ 1 year ഐ ഹാവ് നോട്ട് ഹാഡ് എ പീരിയഡ്. ടിൽ ദെൻ യു ആർ പെരിമെനോപോസൽ. സോ യു ആർ ഐദർ പെരിമെനോപോസൽ ഓർ യു പോസ്റ്റ് മെനോപോസൽ. മറ്റേത് ഒരൊറ്റ ദിവസത്തെ തിരിച്ചറിവാണ്, ഓ 1 വർഷമായി. ഓക്കെ, സോ അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പെരിമെനോപോസൽ എന്നുള്ള വേർഡ് യൂസ് ചെയ്യുന്നത്. സോ ഈ പെരിമെനോപോസൽ ഫേസിൽ നമ്മൾ അവെയർ ആവുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ സെൽഫ് റീഇൻവെൻഷൻ, ഒരു പുതിയ ഐഡൻറ്റിറ്റി, ഇതൊക്കെ ക്രിയേറ്റ് ആവും. നമ്മൾ ഇതിനെപ്പറ്റി അവെയർ അല്ല എന്നുണ്ടെങ്കിൽ ഒരു ക്രംബിളിങ് ഓഫ് കോൺഫിഡൻസ്, ഒരു കൺഫ്യൂഷൻ, ഷെയിം, ബ്ലെയിം, ഗിൽറ്റ്, പിന്നെ എല്ലാവരെയും കുറ്റം പറയുക. എൻ്റെ പ്രശ്നങ്ങളെല്ലാം നിങ്ങൾ കാരണമാണ്, മറ്റേ ആൾ കാരണമാണ്, മറിച്ച ആൾ കാരണമാണ്, ഞാനല്ല, ഇതല്ല. ഓൾ ദിസ് സ്റ്റാർട്ട്സ് ഹാപ്പനിങ് വെൻ ദർ ഇസ് നോ അവെയർനെസ് ഓഫ് വാട്ട് ഇസ് ഹാപ്പനിങ്. നമ്മൾ ഈ ഫേസിലൂടെയാണ് കടന്നു പോകുന്നത്. ഇപ്പോൾ ഒരു ടീനേജർ വീട്ടിലൊരു പ്രശ്നം ഉണ്ടാക്കി, ബഹളം ഉണ്ടാക്കി, എല്ലാവരും പറയും വിട്ടുകളാ, അത് ഈ പ്രായത്തിൻ്റെയാണ്. നമ്മളിത് നമ്മുടെ അമ്മമാരോട് പറ്റി പറയുന്നില്ല. അവരെല്ലാ ചെറിയ കാര്യത്തിനും വേണ്ടി ദേഷ്യപ്പെടുമ്പോൾ ആൾക്കാർ അറിയുന്നില്ല അവരുടെ ബോഡിയിൽ ചിലപ്പോൾ അത്രയും ചൂട് കൂടിയിട്ട് ഹോട്ട് ഫ്ലഷസിലൂടെ പോയിക്കൊണ്ടിരിക്കുമായിരിക്കാം. അവർ ചില സമയത്ത് സൈക്കോളജിക്കൽ ചേഞ്ചസ് കാരണം അവർക്ക് ബ്രെയിൻ ഫോഗിലൂടെ അവർ പോയിക്കൊണ്ടിരിക്കുമായിരിക്കാം. ആരും പറയുന്നില്ല സാരില്ല, അമ്മയുടെ ആ പ്രായത്തിൻ്റെയാ,
അതാരും പറയുന്നില്ല. നമ്മൾ എന്നത് പറഞ്ഞു തുടങ്ങുന്നോ നമുക്ക് അമ്മമാരോട് കമ്പാഷൻ കൂടും, അമ്മമാർക്ക് അവരുടെ ടീനേജ് കുട്ടികളോട് കമ്പാഷൻ കൂടും. ഇതിൻ്റെ ഇടയിൽ കിടന്ന് പെടഞ്ഞുകൊണ്ടിരിക്കുന്ന ആ അച്ഛനോ ഭർത്താവിനോ കുറച്ച് സമാധാനം കിട്ടും. സോ ദിസ് എൻറ്റയർ അവയർനെസ് പ്രോഗ്രാം വിൽ ചേഞ്ച് ലൈഫ് ആസ് എ ഹോൾ. അപ്പം ഞാൻ ഈ ബുക്കിൽ ഒരു സെൻറ്റൻസ് എഴുതിയിട്ടുണ്ട്, വേൾഡ് പീസ് ബിഗിൻസ് വിത്ത് ദ ലേഡി ഓഫ് ദ ഹൗസ്. എനിക്ക് ലെനയുടെ ബുക്ക് വായിക്കാൻ എൻ്റെ കയ്യിലേക്ക് വന്നപ്പോൾ ഞാൻ നോക്കുമ്പം നമ്മൾ ഒരേപോലെ ഒരേ സെൻറ്റൻസുകൾ ബുക്കിൽ എഴുതിയിട്ടുണ്ട്. അതെന്നെ ഭയങ്കരമായിട്ട് സർപ്രൈസ് ചെയ്യിപ്പിച്ചു. അപ്പം ആക്ച്വലി ഞാൻ ഈ ബുക്കിനെ കുറിച്ച് എൻ്റെ ബുക്കിൻ്റെ പ്രൊമോഷനൊക്കെ ആയിട്ട് സംസാരിക്കുമ്പോൾ, വീഡിയോസ് ചെയ്യുമ്പം, റീൽസൊക്കെ ചെയ്യുമ്പം എനിക്ക് നിരന്തരമായിട്ട് കേൾക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, അല്ലെങ്കിൽ ക്രിറ്റിസിസം ആണ്, ഞങ്ങളുടെ അമ്മയ്ക്കും അമ്മൂമ്മയ്ക്കും ഇതിനു മുമ്പുള്ള എല്ലാവർക്കും ഒക്കെ ഇതിലൂടെയൊക്കെ കടന്നു പോയതല്ലേ, അവർക്കൊക്കെ ഇതുണ്ടായിരുന്നല്ലോ, പിന്നെ നിങ്ങൾ മാത്രം എന്തിനാ ഇത്രയും വലിയ പ്രശ്നം ഉണ്ടാക്കുന്നത്, ഇത് ഇത്ര വലിയൊരു പ്രശ്നമാണോ, നിങ്ങൾ എന്തിനാ ഇപ്പോൾ വലിയ ഒച്ചപ്പാടുണ്ടാക്കുന്നതെന്ന് ആൾക്കാർ ചോദിക്കാറുണ്ട്. വാട്ട് ഡു യു ഹാവ് ടു സേ അബൌട്ട് ദാറ്റ്? അത് ഈ പറഞ്ഞ പോലെ ഞാൻ നേരത്തെ ഇത് ടച്ച് ചെയ്തു ഈ ആൻസറിൽ. മറ്റു കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ അവർ ജീവിച്ച ലോകത്തല്ല ജീവിക്കുന്നത്. നമ്മൾ ഇത്രയും ഭയങ്കരമായിട്ട് ഇൻഡിപെൻഡൻറ്റ് വിമനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സൊസൈറ്റിയിലും കൾച്ചറിലാണ് ഇപ്പോൾ ജീവിക്കുന്നത്. സ്ത്രീകൾ ഇൻഡിപെൻഡൻ്റ് ആവണം. ഇറ്റ് കോസ്റ്റ്സ്, ദേഴ്സ് എ കോസ്റ്റ് ഫോർ ബിക്കമിങ് ഇൻഡിപെൻഡൻറ്റ്. അത് ഹോർമോണൽ ഫ്ലക്ച്വേഷൻസ് ആണ്. നിങ്ങൾ വളരെ തണ്ടേടത്തോടുകൂടെയും വളരെ ബോൾഡായിട്ട് ബിഹേവ് ചെയ്യുന്നുണ്ടെങ്കിൽ യു ആർ യൂസിങ് ദ ടെസ്റ്റോസ്റ്ററോൺ ലെവൽസ് ഇൻ യുവർ ബോഡി. നമ്മുടെ ഉള്ളിൽ ഈസ്ട്രജനും പ്രൊജസ്ട്രോണും ടെസ്റ്റോസ്റ്ററോണും ഉണ്ട്. നമ്മൾ എത്രത്തോളം ആണത്തത്തോടുകൂടെ ബിഹേവ് ചെയ്യുന്നോ നമ്മുടെ ഹോർമോൺസ് ആണ് ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നത്. സെക്കൻഡ് തിങ്, ഞാൻ പറഞ്ഞ പോലെ ദർ ആർ സോ മെനി ഫൈറ്റോ ഈസ്ട്രജൻസ് ഇൻ ദ പൊല്യൂട്ടഡ് എൻവയറമെൻറ്റ് ഓഫ് ടുഡേ. കുറച്ച് തലമുറകൾ മുമ്പ് അവർ ഈ എൻവയറമെൻറ്റിലല്ല ജീവിച്ചിരുന്നത്. നെക്സ്റ്റ് തിങ്, പേസ് ഓഫ് ലൈഫ് ഭയങ്കരമായിട്ട് കൂടി. സോഷ്യൽ മീഡിയ, ദ സ്പീഡ് ഓഫ് തിങ്സ്, AI, എല്ലാം ഹൈ സ്പീഡായി ലൈഫ്. ഞാനൊക്കെ 80s എൻ്റെ കുട്ടിക്കാലം സ്പെൻഡ് ചെയ്ത ആളാണ്. 80s were slow. ഈവൻ ദ 90s were slow. ഒരു താളം ഉണ്ടായിരുന്നു, ഒരു ലാഘവത്തോടുകൂടെ. ഇത്രയും ബൊമ്പാർഡ്മെൻ്റ് അല്ല, ദൂരദർശൻ കാണുക, കുറച്ച് ഓൾ ഇന്ത്യ റേഡിയോ കേൾക്കുക, ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ ബൊമ്പാർഡഡ് ബൈ ചോയ്സ്. ഈ റീല് കാണണോ, ആ വീഡിയോ കാണണോ, നെറ്റ്ഫ്ലിക്സ് കാണണോ, ആമസോൺ കാണണോ, ഈ ഇപ്പോൾ ഫോർവേഡ് കിട്ടിയ വീഡിയോ കാണണോ, ഇതാർക്ക് ഫോർവേഡ് ചെയ്യണം. നമ്മുടെ ബ്രെയിനിന് റെസ്റ്റില്ല, ഹൈ സ്പീഡ് ലൈഫായി. ഇത് ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത് മിഡ് ലൈഫ് സ്ത്രീകളെയാണ്. ആൻഡ് ഓൾസോ ടീനേജേഴ്സ് ആൻഡ് ചിൽഡ്രൻ. അത് ടോട്ടലി ഡിഫറെൻറ്റ് ഏരിയ ആണ്, അത് വേറൊരു മേഖല തന്നെയാണ്. നമ്മുടെ അറ്റൻഷൻ സ്പാൻ കുറയുന്നു. സോ നമ്മൾ ജീവിക്കുന്നത് നമ്മുടെ അമ്മയോ അമ്മൂമ്മമാരോ ജീവിച്ച കാലഘട്ടത്തിലല്ല. ഈവൻ എൻ്റെ അമ്മ ആ ജനറേഷൻ പോലും സഫർ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ ആ സഫറിങ് കണ്ടിട്ടാണ് ഈ ടോപ്പിക്കിൽ അപ്പം മുതൽ, ടീനേജ് മുതൽ വളരെ കോൺഷ്യസ് ആയത്. അത് കാരണമാണ് വൺ ഓഫ് ദ റീസൺസ് വൈ ഐ സ്റ്റഡീഡ് സൈക്കോളജി. ഞാൻ ഇന്ന് എൻ്റെ ടീച്ചേഴ്സും ക്ലാസ്മേറ്റ്സ് ഒക്കെ ഇവിടെ ഉണ്ട്, എൻ്റെ കൂടെ സൈക്കോളജി പഠിച്ചവർ. എൻ്റെ പ്രചോദനം അതായിരുന്നു. ബിക്കോസ് ഞാൻ ഓൾറെഡി സിനിമയിലേക്ക് വന്നിരുന്നു 16 വയസ്സുള്ളപ്പോൾ. പിന്നെയും ഡിഗ്രിയും പോസ്റ്റ് ഗ്രാജുവേഷനും സൈക്കോളജിയിൽ ചെയ്യുന്നത് ഇങ്ങനെയുള്ള അലട്ടുന്ന പ്രശ്നങ്ങൾക്കുള്ള ഉത്തരം അവിടെ ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടാണ്. ബട്ട് ഐ റിയലൈസ് ഇറ്റ് ക്യാൻ ഗിവ് യു എ ബാക്ക്ഗ്രൗണ്ട്. ഇറ്റ് കനോട്ട് ഗിവ് യു ദി ആൻസേഴ്സ്. ഇറ്റ് ഗിവ്സ് യു ദ ടൂൾസ് ഫ്രം വിച്ച് ടു ഫൈൻഡ് ദി ആൻസേഴ്സ്. മൾട്ടി ടാസ്കിങ് വിമൻ വന്നതുകൊണ്ടാണ് എന്നാണോ? സ്ത്രീകളിപ്പം ബാലൻസ് വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് പേഴ്സണൽ ലൈഫും പ്രൊഫഷണൽ ലൈഫും ബാലൻസ് ചെയ്യുന്നത്. ഇതിൻ്റെ എല്ലാ ഇടയിൽ കിടന്ന് ഈ നേരത്തെ ചോദിച്ച ചോദ്യം ഇതുമായിട്ട് ഞാൻ ലിങ്ക് ചെയ്യാം. നേരത്തെ ചോദിച്ച ചോദ്യത്തിൽ നമുക്ക് ക്ഷമ കുറയുന്നതാണോ? സ്ത്രീകൾക്ക് ക്ഷമ അല്ലെങ്കിൽ സഹനശക്തി ഇതൊക്കെ കൊടുക്കുന്നത് ഓക്സിറ്റോസിൻ എന്ന് പറഞ്ഞ ഹോർമോണാണ്. ഈസ്ട്രജൻ ഗിവ്സ് എ ലോട്ട് ഓഫ് കപ്പാസിറ്റി. ചെറിയ കുട്ടികളുടെ ടാൻട്രംസ്, എത്ര അലച്ചൽ, അതിൻ്റെ കൂടെ കുക്കിംഗ്, വീട് മുഴുവൻ നോക്കലും ഒക്കെ ഈസ്ട്രജൻ്റെയും ഓക്സിറ്റോസിൻ്റെയും ബലത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഹോർമോൺസ് കുറഞ്ഞു തുടങ്ങുമ്പോൾ ക്ഷമ നഷ്ടപ്പെടും, സ്ട്രെങ്ത് നഷ്ടപ്പെടും, ലിറ്ററലി മസിൽ സ്ട്രെങ്ത് നഷ്ടപ്പെടും, ബ്രെയിൻ ക്ലാരിറ്റി നഷ്ടപ്പെടും. ഒരു വളരെ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ലേഡിയോടാണ് ഇത്രയും കാലം നിങ്ങൾ ഇതൊക്കെ ചെയ്തില്ലേ, ഇപ്പം എന്താ ഒരു വലിയ പ്രശ്നം എന്ന് ചോദിക്കുന്നത്. ബിക്കോസ് ആൾക്കാർക്ക് അറിയില്ല, ആരെയും ഇതിൽ കുറ്റം പറയാൻ പറ്റില്ല. അൺഅവയർനെസ്, ഇഗ്നറൻസ് ഇസ് ദ കോസ് ഓഫ് ദിസ്. ദ ഓൺലി ആൻസർ ഇസ് നമ്മൾ ഇതിനെ അവയർനെസ് ക്രിയേറ്റ് ചെയ്ത് വിത്തിൻ 2 to 3 generations ദിസ് പ്രോബ്ലം വിൽ നോട്ട് എക്സിസ്റ്റ് ഓൺ ദ പ്ലാനറ്റ്.
എവ്രി വൺ ഓഫ് us ഷുഡ് ടേക്ക് പാർട്ട് ഇൻ സ്പ്രെഡിങ് ദിസ് അവയർനെസ് ഇൻ സ്റ്റഡിങ്. ആദ്യം സ്ത്രീകൾ അവരുടെ ബോഡി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അവരുടെ ഹെൽത്ത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഹൗ ദേ ആർ ഡിഫറെൻറ്റ് ഫ്രം മെൻ, ഹൗ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ മെൻ ആൻഡ് വിമൻ ഹാസ് ടു ബി സോ ഡിഫറെൻറ്റ്, ബിക്കോസ് നമ്മുടെ ബ്രെയിൻസ് ഡിഫറെൻ്റ് ആണ്, നമ്മൾ കാഴ്ചപ്പാടുകൾ ഡിഫറെൻ്റ് ആണ്. മെൻ ആൻഡ് വിമൻ ആർ വെരി ഡിഫറെൻറ്റ്. നമ്മൾ ആ ഡിഫറൻസസ് ഒന്നും നമ്മളെ എവിടെയും പഠിപ്പിക്കുന്നില്ല, സ്കൂളിലും പഠിപ്പിക്കുന്നില്ല, കോളേജിലും പഠിപ്പിക്കുന്നില്ല. ആ ഡിഫറൻസസ്, ഹൗ കമ്മ്യൂണിക്കേഷൻ ഇസ് ഡിഫറെൻറ്റ്. എ മാൻ വാണ്ട്സ് ടു ഫീൽ റെസ്പെക്ട് ആൻഡ് അപ്രിസിയേഷൻ, എ വുമൺ വാണ്ട്സ് ടു ഫീൽ സേഫ് ആൻഡ് പ്രൊട്ടക്റ്റഡ്. ഇപ്പം ഇതിൽ സ്ത്രീ ഭയങ്കര തണ്ടയിടത്തോടെ എനിക്ക് തൻ്റെ ആവശ്യമൊന്നുമില്ല, എനിക്കെല്ലാം തന്നെ ചെയ്യാം എന്ന് പറഞ്ഞാൽ ദ മാൻ ഡസ് നോട്ട് ഫീൽ നീഡഡ് ആൻഡ് അപ്രിഷിയേറ്റഡ്, ആൻഡ് സോ ഹി വിൽ നോട്ട് ഗിവ് ഹർ ദ സപ്പോർട്ട്, ആൻഡ് നൗ ഷീ ഡസൻ ഫീൽ സപ്പോർട്ടഡ്. കണ്ടോ, ഇറ്റ്സ് വൺ സൈക്കിൾ വിച്ച് ഇസ് ക്രിയേറ്റിംഗ് സോ മച്ച് കെയോസ്. ഇപ്പം നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നു, ലോകത്തിൻ്റെ പല ഭാഗത്തിരുന്ന് മനുഷ്യർ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നു. നമ്മുടെ പഴയ തലമുറ സംസാരിച്ചിട്ടേ ഇല്ല. വാസ് ഇറ്റ് ബിക്കോസ് ഓഫ് ദ ഷെയിം ഓർ കണ്ടീഷനിങ് ഓർ ഫിയർ, ഓർ വാസ് ദർ എ ലാക്ക് ഓഫ് ലാംഗ്വേജ് ടു എക്സ്പ്രസ് വാട്ട് ദേ വർ ഗോയിങ് ത്രൂ? ഐ തിങ്ക് നിഷ പറഞ്ഞ എല്ലാം ഫാക്ടേഴ്സാണ്. ലൈക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഇഗ്നറൻസ്. ഇത് എനിക്ക് മാത്രമാണ് സംഭവിക്കുന്നതെന്നാണ് മിക്ക സ്ത്രീകളും വിചാരിക്കുന്നത്. എനിക്കെന്തോ പ്രശ്നമുണ്ട്, എനിക്കെന്തോ ഇംബാലൻസ് ഉണ്ട്, അപ്പം ഞാനിത് ഹൈഡ് ചെയ്യാം, ആരും അറിയണ്ട. പക്ഷേ നമ്മുടെ കൂടെ ഡേ ഇൻ ഡേ ഔട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്നവർ അറിയാതിരിക്കാൻ പറ്റുമോ? അപ്പോൾ അവരാണ് പ്രശ്നം, അവർ കുഴപ്പക്കാരാണ്, അവരെന്നെ ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ചെയ്യുന്നു, ഇവരെന്നെ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല. നമ്മുടെ അറിവില്ലായ്മ കൊണ്ട് വി സ്റ്റാർട്ട് ബ്ലെയിമിങ്. ആ ബ്ലെയിമിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഉള്ളിൽ അറിയാം നമുക്ക് എന്തോ പ്രോബ്ലം ഉണ്ട്, പക്ഷെ എന്താ പ്രോബ്ലം എന്ന് അറിയില്ല. അപ്പോൾ അതിൻ്റെ കൂടെ ഷെയിം. അപ്പോൾ ഈ ഷെയിം ആൻഡ് ബ്ലെയിം ഗെയിം ഇങ്ങനെ പോയി സ്ത്രീകൾ അവരുടെ ബെസ്റ്റ് ഫ്രണ്ടിനോട് പോലും ഇത് സംസാരിക്കില്ല. ഇവരൊന്നും ഇങ്ങോട്ടും പറഞ്ഞായിരുന്നെങ്കിൽ ഇവരെന്താ ചെയ്യാന്നറിയോ? ഇങ്ങോട്ടും ഭർത്താവിനെയും കുട്ടികളെ പറ്റി കുറ്റം പറയും. അപ്പോൾ അവർ പറയും അതെ എൻ്റെ ഭർത്താവും അതെ, അയാളും ഇങ്ങനെ തന്നെ. അപ്പം എൻ്റെ മക്കൾ ഒന്നും പറഞ്ഞാൽ കേൾക്കില്ല, എന്തൊരു ബുദ്ധിമുട്ടാണെന്നറിയോ, എനിക്കതുകൊണ്ട് BP കൂടുന്നു, ഇതൊക്കെ പറയും. ഹാർട്ട് പാൽപിറ്റേഷൻസ് പെരിമെനോപോസ് കാരണമാണ്, നിങ്ങളുടെ ബ്രെയിൻ ഫോഗ് പെരിമെനോപോസ് കാരണമാണ്. ക്ഷീണം, അവർ പറഞ്ഞ് ഈ വീട്ടിലെ പണിയൊക്കെ എടുത്തിട്ട് ഞാൻ ക്ഷീണം വരുന്നത് ഈസ്ട്രജൻ്റെ ഡിപ്ലീഷൻ കൊണ്ടാണ്, ഫെറ്റീഗ് വരുന്നു. ഇത് അറിയാത്തതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു കാരണം കണ്ടുപിടിച്ച് പറയണം. പക്ഷേ ഇത് കാരണം എന്താ ഉണ്ടാവുന്നത്? അവരുടെ റിലേഷൻഷിപ്സ് എല്ലാം ബ്രേക്ക് ആവുന്നു. ഇതേ സമയത്ത് ഇങ്ങോട്ടും അവർ പറഞ്ഞായിരുന്നെങ്കിൽ നിനക്കും ഉറക്കമില്ലായ്മയുണ്ടോ, നിനക്ക് ഈ ഒന്നും ചെയ്തില്ലെങ്കിലും ക്ഷീണം വരുന്നുണ്ടോ, ഇങ്ങനെ ഇതൊക്കെ ചർച്ച ചെയ്തായിരുന്നെങ്കിൽ ഇവർക്ക് മനസ്സിലായേനെ എനിക്ക് മാത്രമല്ല എല്ലാവർക്കും ഉണ്ടല്ലേ. അപ്പോൾ പിന്നെ എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് ഒരു സൊല്യൂഷൻ കണ്ടെത്താമായിരുന്നു. പിന്നെ വേറൊരു വലിയ വ്യത്യാസം, നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റിൽ നമ്മൾ പണ്ട് കഴിച്ചിരുന്ന നാടൻ ഭക്ഷണം അത് ബാലൻസ്ഡ് ആണ്. ഈസ്ട്രജൻ ഫേസിൽ ഇഫ് യു ആർ ഈറ്റിംഗ് കുമ്പളങ്ങ, ക്യൂക്കമ്പർ, ഓൾ ദ വഴുതനങ്ങ, ഓൾ ദ എങ്ങാസ്, അതൊക്കെ ഈസ്ട്രജൻ റിച്ച് ഫുഡ്സ് ആണ്. അതിൻ്റെ കൂടെ പരിപ്പിട്ട് ഉണ്ടാക്കും, അപ്പോൾ പ്രോട്ടീനും കിട്ടി. പ്രൊജസ്ട്രോൺ ഫേസിൽ കാച്ചിൽ, കപ്പ, പുഴുക്ക് ഇതൊക്കെ കഴിക്കും, അപ്പോൾ അതിലൊക്കെ പ്രൊജസ്ട്രോൺ ഉണ്ട്. നമ്മുടെ ഡയറ്റിൻ്റെ വ്യത്യാസം, ഇറ്റ് വാസ് വെരി ആയുർവേദിക് നാച്ചുറലി മെഡിസിനൽ ഡയറ്റായിരുന്നു പണ്ട് കഴിച്ചിരുന്നത്. ഇപ്പം നമ്മൾ ബർഗറും സാൻഡ്വിച്ചും പിzzയൊക്കെ കഴിച്ചപ്പോൾ കുറേ കാർബോഹൈഡ്രേറ്റ്സ് മാത്രം ഇങ്ങോട്ട് കയറ്റി അതിൻ്റെ കൂടെ കുറേ റിഫൈൻഡ് ഷുഗേഴ്സ്, പ്രോസസ്ഡ് ഓയിൽസ്, വെജിറ്റബിൾ ഓയിൽസ്, കുറച്ച് മറ്റേ പെട്രോളിയമിനെ എങ്ങനെയൊക്കെയോ റിഫൈൻ ചെയ്ത ഓയിൽസൊക്കെയാണ് നമ്മൾ കഴിക്കുന്നത് ഇപ്പോൾ. പിന്നെ ഫൈറ്റോ ഈസ്ട്രജൻസ് അല്ലാതെ എന്താ ഉണ്ടാകാൻ പോകുന്നത്? ലെന ഇത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഈ പുസ്തകത്തിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് സ്ത്രീകളോട് സംസാരിച്ചപ്പം ഒരു സ്ത്രീ എന്നോട് പറഞ്ഞാണ് അവരുടെ അമ്മയ്ക്ക് പീരിയഡ്സ് നിന്നു, മെനോപോസായി. അപ്പം അമ്മ വിചാരിച്ചുകൊണ്ടിരുന്നത് അവർക്ക് മാത്രം സംഭവിച്ച എന്തോ കാര്യമായിട്ടാണ്. അത്രയും പോലും നമ്മൾ ആ വിഷയം ചർച്ച ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അവരുടെ പീരിയഡ്സ് നിന്നു, പിന്നെ അതൊരു തലവേദനയാണല്ലോ, നിന്നാൽ കുഴപ്പമില്ല, ആരോടും പറയണ്ട, ആരോടും പറഞ്ഞിട്ടില്ല, അങ്ങനെ പോലും വിചാരിച്ച് ഇപ്പോഴും അങ്ങനെയൊക്കെ. ഞാൻ വയനാട്ടിൽ നിന്നാണ് വരുന്നത് ബേസിക്കലി. ഇപ്പോഴും വയനാട്ടിലെ ആദിവാസികൾ, ഞാൻ അവരെക്കുറിച്ചും അവരുടെ ഇടയിൽ ഒരു റിസർച്ച് നടത്താൻ ശ്രമിച്ചിരുന്നു. അവർക്ക് ഇതിനെക്കുറിച്ച് യാതൊരുവിധ ഐഡിയയും ഇല്ല. അപ്പം നമുക്ക് പോലും അറിയത്തില്ലാത്ത ഒരു കാര്യങ്ങൾ അത്രയും സൊസൈറ്റിയിൽ എക്സ്പോസ്ഡ് അല്ലാത്ത അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാത്ത ആളുകൾക്ക് മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ട് ഡെഫിനറ്റ്ലി ഉണ്ടാവുന്നുണ്ട്. അപ്പം അവെയർനെസ് അല്ലേ? ഈ അവെയർനെസ് എന്നുള്ളതല്ലാതെ
പലവർക്കും ഇതൊന്നും അറിയുന്നില്ല. അപ്പം ഇതൊന്നും അറിയുന്നില്ലെങ്കിലും അവർ സഫർ ചെയ്യുന്നുണ്ട്. അവരുടെ അടുത്ത ജനറേഷൻ അവരുടെ സ്വന്തം പെൺമക്കൾക്ക് പോലും പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നില്ല. അതെ. ബിക്കോസ് അവർ വിചാരിക്കുന്ന അവരുടെ മാത്രം പ്രശ്നമാണെന്നുള്ളതാണ്. Yes. സോ ലൈക്ക് യു സെഡ്, ദിസ് അവയർനെസ് ഇസ് ദി ഓൺലി വേ ഔട്ട്. ഈ ഇപ്പം നമ്മൾ അവയർനെസ്സിനെ കുറിച്ച് പറഞ്ഞു. അപ്പം കമ്മിങ് ടു വിമൻസ് റൈറ്റിംഗ്, ഞാൻ എപ്പോഴും കേൾക്കുന്ന ഒരു ക്രിറ്റിസിസം അല്ലെങ്കിൽ ഒരു ആർഗ്യുമെൻ്റ് ആണ്, വിമൻസ് റൈറ്റിംഗ് ഡു വി റിയലി നീഡ് ഇങ്ങനെ കമ്പാർട്ട്മെൻ്റലൈസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? സ്ത്രീകൾ എഴുതുമ്പോൾ വിമൻസ് റൈറ്റിംഗിന് സെപ്പറേറ്റ് ആയിട്ട് പറയേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളൊരു ചോദ്യം. രണ്ടാമത്തേത്, വിമൻസ് റൈറ്റിങ്ങിനെ കുറിച്ച് പറയുമ്പം അപ്പം ഇപ്പം ലെനയുടെ ഈ ബുക്ക് ഒരു റെസിസ്റ്റൻസ് ആണോ? അങ്ങനെ ഒരു റെസിസ്റ്റൻസ് ആയിട്ടാണോ എഴുതിയത്? അതോ സ്ത്രീകൾ അവരുടെ ഇപ്പോൾ ഹിസ്റ്ററിയിലേക്ക് പോയി കഴിഞ്ഞാൽ പോലും നമുക്കറിയാം ദർ വാസ് നോ ലിവ്ഡ് എക്സ്പീരിയൻസസ് വളരെ വളരെ കുറവായിരുന്നു. അപ്പം സ്ത്രീകൾ അവരുടെ ലിവ്ഡ് എക്സ്പീരിയൻസസിനെ എഴുതണമെന്നാണോ, അല്ലെങ്കിൽ മറ്റാളുകൾ നമ്മൾക്ക് വേണ്ടി എഴുതിയാൽ മതി? വാട്ട് ഡു യു തിങ്ക് അബൌട്ട് ഇറ്റ്? ഞാൻ പല ടോപ്പിക്സിലും സ്ത്രീകളുടെ വോയിസ് എന്ന് പറയുന്ന ആ സാധനത്തിനോട് വലിയ ഇറ്റ്സ് ജസ്റ്റ് മെൻ ഓർ വിമൻ റൈറ്റിംഗ്. ലൈക്ക് സപ്പോസ് വി ആർ ഓൾ റൈറ്റിംഗ് അബൌട്ട് എ ന്യൂട്രൽ ടോപ്പിക്, അല്ലെങ്കിൽ വിമൻ ഇൻ സിനിമ എന്നൊക്കെ പറയുമ്പോൾ ഇഫ് യു ആർ മേക്കിംഗ് എ നോർമൽ മൂവി ദാറ്റ് ഇസ് നോട്ട് ജെൻഡർ സ്പെസിഫിക്, ഇറ്റ്സ് ജസ്റ്റ് അനദർ പേഴ്സൺ മേക്കിംഗ് എ മൂവി. പക്ഷേ നമ്മൾ സ്ത്രീകളുടെ മാത്രം പ്രശ്നങ്ങൾ, സ്ത്രീകൾക്ക് മാത്രം അറിയാവുന്ന അവരുടെ ഹെൽത്തിൻ്റെ ഇഷ്യൂസ്, അല്ലെങ്കിൽ ആ ഫീലിംഗ്, ഇപ്പം പ്രസവത്തിനെ പറ്റി ഒരു സ്ത്രീ അല്ലാതെ ആരും എഴുതാനാ? സോ ദർ ആർ സം ടോപ്പിക്സ് വേർ ഐ ബിലീവ് വിമൻസ് വോയിസ് ഇസ് ദ ഓൺലി വോയിസ് ഫോർ ദറ്റ് ടോപ്പിക്. നമുക്ക് കോമൺ ആയിട്ടുള്ള ടോപ്പിക്സിൽ എനിക്ക് തോന്നിയിട്ടില്ല ആ പ്രശ്നം. ഇപ്പം ആൻഡ്രോപോസ് ഒരു സ്ത്രീയല്ല എഴുതേണ്ടത്, ഒരു 70 വയസ്സിൽ മുകളിലുള്ള ഒരു പുരുഷനാണ് അത് എഴുതേണ്ടത്. അതൊരിക്കലും ഒരു സ്ത്രീ എഴുതിയാൽ അതിന് ഒരു അർത്ഥമില്ല. പക്ഷേ ജെൻഡർ ന്യൂട്രൽ ആയിട്ടുള്ളതാണ് 99% ഓഫ് ടോപ്പിക്സ് ഇൻ ദ വേൾഡ്. അവിടെ നമ്മൾ ഈ പറഞ്ഞ ദിസ് ഇസ് ദ ഫീമെയിൽ വേ ഓഫ് ലുക്കിംഗ് അറ്റ് ഇറ്റ് എന്ന് പറയേണ്ട കാര്യമില്ല എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. അതൊരു ജെൻഡർ ഡിവൈഡ് ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ എന്തോ മെൻ എഗെയിൻസ്റ്റ് വിമൻ, മെൻ വേഴ്സസ് വിമൻ എന്ന് പറഞ്ഞൊരു ആറ്റിറ്റ്യൂഡ് ക്രിയേറ്റ് ചെയ്യും. എൻ്റെ പേഴ്സണൽ അഭിപ്രായം, നമ്മൾ വേഴ്സസ് അല്ലാതെ നമ്മളൊരു ടീമാണ്. മാൻ ആൻഡ് വുമൺ ഒരുമിച്ച് നിന്നാലേ ഹ്യൂമൻ കൈൻഡ് ഉള്ളൂ. നമ്മൾ ഹ്യൂമൻ ബീയിങ്സ് എന്ന ടീമിലെ പ്ലെയേഴ്സാണ്. നമ്മൾ ഒരുമിച്ച് തോളോട് തോൾ നിന്ന് പൊരുതിയാലേ ഒരു കുടുംബം മുന്നോട്ട് നീങ്ങുള്ളൂ, ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് നീങ്ങുള്ളൂ. സോ വെനെവർ വി ക്രിയേറ്റ് ജെൻഡർ ഡിവൈഡ്, നമ്മൾ ചെയ്യുന്നത് നമ്മൾ ഒരു ആവശ്യമില്ലാത്ത ഒരു കോമ്പറ്റീഷൻ ക്രിയേറ്റ് ചെയ്യുക. ഇപ്പോൾ വടംവലിയാണെങ്കിൽ നിങ്ങൾ സ്ത്രീകളും പുരുഷന്മാരുടെ ടീം ഇട്ടാൽ പുരുഷന്മാരല്ലേ ജയിക്കുകയുള്ളൂ. അതേ സമയത്ത് വാക്ചാതുര്യം കൊണ്ട് എങ്ങനെ ആൾക്കാരെ മാനിപ്പുലേറ്റ് ചെയ്യാം എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ സ്ത്രീകളായിരിക്കും ജയിക്കുക. ബിക്കോസ് നമ്മൾ മൈൻഡിൻ്റെ പവർ വെച്ച് ജയിക്കാൻ പഠിച്ചു, ഫിസിക്കൽ പവർ കുറവായതുകൊണ്ട്. സോ എങ്ങനെ ഒരു കോമ്പറ്റീഷൻ നടത്തും? സ്ത്രീകളും പുരുഷന്മാരും കോമ്പീറ്റ് ചെയ്ത് ജീവിക്കേണ്ട ലോകമല്ല. വി ഷുഡ് ഫൈൻഡ് ഹൗ വി ക്യാൻ ബി എ ടീം, വെദർ ഇറ്റ് ഇസ് മാരേജ്, വെദർ ഇറ്റ്സ് എ റിലേഷൻഷിപ്പ്, വെദർ ഇറ്റ്സ് എ ഫാമിലി. നമുക്ക് നമ്മുടെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള പവേഴ്സ് ഉണ്ട്. ആ പവേഴ്സ് ഒരുമിച്ച് കൊണ്ടുവരികയാണ് വേണ്ടത്. ഒരു പുരുഷൻ്റെ ശക്തിയും ഒരു സ്ത്രീയുടെ ക്രിയേറ്റിവിറ്റിയും ആർട്ടിസ്റ്റിക് ക്വാളിറ്റിയും കൊണ്ടുവന്നാൽ എത്ര ഗാംഭീര്യം ഉണ്ടാവും ആ ക്രിയേറ്റിവിറ്റിക്ക്. ദാറ്റ്സ് ഹൗ എ ചൈൽഡ് ഇസ് ബോൺ. ക്യാൻ എ മാൻ ആൻഡ് വുമൺ കമ്പീറ്റ്? നീയാണോ നല്ല കുട്ടിയെ ഉണ്ടാക്കുക, ഞാനാണോ ഉണ്ടാക്കുക എന്ന് പറയാൻ പറ്റുമോ? ഇവർ രണ്ടുപേര് കൂടിയാലേ ആ കുട്ടി ഉണ്ടാവുള്ളൂ. ദാറ്റ് ഈസ് ദ ബേസിക്സ് ഓഫ് ലൈഫ്. So it's high time we stopped competing and we start becoming a team and start making a much more beautiful and peaceful world. Because men love women and women love men. Thank you so much. ഞാൻ കമ്മിങ് ബാക്ക് ടു യുവർ ബുക്ക്, വുമനോപോസിലേക്ക് വരുമ്പം ഒരു പോപ്പുലർ നാരേറ്റീവ് മെനോപോസിനെ കുറിച്ച് നമ്മൾ പൊതുവായിട്ട് പറയുമ്പം ഇറ്റ് ഇസ് സീൻ ആസ് എ ഡിക്ലൈൻ ബേസിക്കലി. പക്ഷേ ഇൻ യുവർ ബുക്ക് യു ആർ ട്രൈങ് ടു സേ ദാറ്റ് ഇറ്റ് ഇസ് നോട്ട് എ ഡിക്ലൈൻ ബട്ട് എ ട്രാൻസിഷൻ. ആൻഡ് യു സെഡ് ഇറ്റ് ത്രൂ എ ലിറ്റിൽ സ്പിരിച്വൽ വേയിലാണത്, ഒരു സ്പിരിച്വൽ നാരേറ്റീവ് കൊടുത്തിട്ടുണ്ട്. വാസ് ദാറ്റ് നാരേറ്റീവ് റിക്വയർഡ്? അങ്ങനെ സ്പിരിച്വാലിറ്റി ഇതിലേക്ക് കൊണ്ടുവരുന്നത് എന്തുകൊണ്ടായിരുന്നു? ആൻഡ് വാസ് ഇറ്റ് ഇമ്പോർട്ടൻറ്റ്? അപ്പം ഞാൻ പെരിമെനപ്പോസിനെ ഇപ്പോഴാണ് പരിചയപ്പെട്ടത്.
2 വർഷമായിട്ടുള്ളൂ പരിചയപ്പെട്ടിട്ട്. ആദ്യം ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഇപ്പൊ പതുക്കെ എനിക്ക് മനസ്സിലായി ദാറ്റ് ഇറ്റ്സ് എ ഹ്യൂജ് പവർഫുൾ ഷിഫ്റ്റ്. നമുക്ക് ഒരുപാട് സ്ത്രീ എന്ന രീതിയിൽ വളരെയധികം പവർഫുൾ സ്ത്രൈണതയുടെ എനർജി, ദ ഫെമിനൈൻ പവർ നമ്മൾ അറിയാൻ പോകുന്നത് ഈ ഫേസിലാണ്. ഇതെല്ലാ സ്ത്രീ സുഹൃത്തുക്കളോടും പറയുകയാണ്. നമ്മൾ ഒരിക്കലും ഡിക്ലൈൻ ആവില്ല. നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുന്ന ട്രാൻസ്ഫോർമേഷൻസും മിനിമൽ ആയിരിക്കും നമ്മൾ ഹെൽത്തി ആയിട്ട് അത് ട്രാൻസിഷൻ ചെയ്താൽ. അപ്പോൾ ഒരുപാട് വെയിറ്റ് മിഡിൽ കൂടും, വെയിറ്റ് കൂടും, ഭംഗി പോവും, ചുളുക്ക് വരും എന്നൊക്കെ പറയുന്നത് ഇറ്റ് ഡസൻറ്റ് ഹാവ് ടു ബി ദറ്റ് മച്ച് ഇഫ് യു ആർ ടേക്കിംഗ് വെരി ഗുഡ് കെയർ ഓഫ് യുവർ ഹെൽത്ത്. അഫ് കോഴ്സ് ബേസിക് ചേഞ്ചസ് ഉണ്ടാവും ആൻഡ് വി ഓൾ ലവ് ഇറ്റ്. നമുക്ക് എന്നും 13 വയസ്സുകാരെ പോലെ ഇരിക്കണോ? വേണ്ട. വി വോണ്ട് ടു എൻജോയ് ഓൾ ദ ഫേസസ്, ബട്ട് ഹെൽത്ത് ഇസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ദർ. രണ്ടാമത് ചോദിച്ച ആ മെയിൻ കാര്യം സ്പിരിച്വാലിറ്റി ഇതിൽ കൊണ്ടുവരേണ്ട ആവശ്യമുണ്ടോ എന്ന് പറഞ്ഞാൽ, ഞാൻ പെരിമെനോപോസ് എന്ന് അറിഞ്ഞിട്ട് നേരിട്ട് പരിചയപ്പെട്ടിട്ട് 2-3 കൊല്ലമായിട്ടുള്ളൂ അതിൻ്റെ ഫുൾ തീവ്രതയിൽ. 35 വയസ്സ് മുതൽ തുടങ്ങിയിട്ടുണ്ടാവും. അതൊന്നും ഞാൻ ശരിക്കും അറിഞ്ഞില്ല. എന്തൊക്കെയോ സംഭവിക്കുന്നു. അപ്പോൾ ചിലപ്പോൾ മുടി വെട്ടുന്നു, ചിലപ്പോൾ മുട്ടയടിക്കുന്നു, ചിലപ്പോൾ ഹിമാലയത്തിൽ പോകുന്നു. ബിക്കോസ് നമുക്ക് എന്താ സംഭവിക്കുന്നതെന്നൊരു ഐഡിയ ഇല്ലല്ലോ. പക്ഷേ അവിടെയൊക്കെ എനിക്ക് ഒരു ബലമായിട്ട് എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ സ്ട്രെങ്ത് ആയിട്ട് നിന്നിട്ടുള്ളത് എൻ്റെ സ്പിരിച്വാലിറ്റിയാണ്. അപ്പോൾ എൻ്റെ ഫസ്റ്റ് ബുക്ക് ഒരു പ്യോർലി സ്പിരിച്വൽ ബുക്ക് ഓൺ സെൽഫ് റിയലൈസേഷൻ, 5 പ്രാക്ടിക്കൽ സ്റ്റെപ്സ് ടു സെൽഫ് റിയലൈസേഷൻ. ഇപ്പോൾ എബ്രഹാം മാസ്ലോവിൻ്റെ പിരമിഡ് അറിയാവുന്ന എല്ലാവർക്കും അറിയാം. വാട്ട് ഈസ് ദ ഹയസ്റ്റ് ഹ്യൂമൻ നീഡ്? ദ നീഡ് ഫോർ സെൽഫ് ആക്ച്വലൈസേഷൻ. ഇഫ് വി ഡോണ്ട് പേ അറ്റൻഷൻ ടു ദാറ്റ് നീഡ്, ഒരിക്കലും ജീവിതത്തിൽ സംതൃപ്തി ഉണ്ടാവില്ല. ബിക്കോസ് ഒരു അൺഫുൾഫിൽഡ് നീഡ് കണ്ടിന്യൂസ്ലി നമ്മുടെ ഉള്ളിൽ നിൽക്കുകയാണ്. സോ ദിസ് വാസ് മൈ ബേസിക് അണ്ടർസ്റ്റാൻഡിങ്. ഈ സ്കൂൾ ഓഫ് തോട്ടിൽ നിന്ന് വരുന്ന ഞാൻ പെരിമെനോപോസിനെ കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ സ്പിരിച്വൽ വശം പറയാതിരിക്കാൻ ലെനയ്ക്ക് കഴിയില്ല. അതുകൊണ്ടാണ് വന്നത്. ഇപ്പം ലെന ഇപ്പം പുസ്തകം ഇംഗ്ലീഷിൽ ചെയ്തു, ഞാൻ മലയാളത്തിൽ ചെയ്തു. ലെന ഈ സ്പിരിച്വാലിറ്റി ഇതിലേക്ക് കൊണ്ടുവരുമ്പം സാധാരണ സ്ത്രീകൾക്ക്, അതായത് അത്ര എഡ്യൂക്കേറ്റഡ് ഒന്നും അല്ല, അത് നമ്മളുടെ ഒരു പേർപ്പസ് നമ്മൾ സംസാരിക്കുമ്പോൾ പറയേണ്ടത് ടു ക്രിയേറ്റ് അവയർനെസ് ആണ്. അപ്പം സ്പിരിച്വാലിറ്റി ഇതിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവരുമ്പോൾ സാധാരണ സ്ത്രീകൾക്ക് അതൊരു ബുദ്ധിമുട്ടാവില്ലേ? നമ്മൾ എന്താ പറയുന്നത് എന്ന് മനസ്സിലാക്കാൻ ഒരു ബുദ്ധിമുട്ട് ഞാൻ പുസ്തകം വായിച്ചപ്പം എനിക്ക് അങ്ങനെ തോന്നി. അപ്പം അങ്ങനെ എന്താണ് എന്തുകൊണ്ടാണ് ആ സ്പിരിച്വാലിറ്റി അവരുടെ പാട്ടിൽ നിന്ന് ചിന്തിച്ചു നോക്കി കഴിയുമ്പോൾ എങ്ങനെയാണ് വരിക? മനസ്സിലായി. ഈ ബുക്കിനെ 4 സെക്ഷനായിട്ടാണ് ഞാൻ തിരിച്ചിരിക്കുന്നത്. കോൺഷ്യസ്നെസ്, എനർജി, മൈൻഡ് ആൻഡ് ബോഡി. ഓൾ ദീസ് 4 ആസ്പെക്ട്സ്, ഡൈമെൻഷൻസ്, അതിലൂടെ ഈ ലെൻസുകളിലൂടെ പെരിമെനോപോസിനെ കാണുന്ന ഒരു ആറ്റിറ്റ്യൂഡ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ആ കോൺഷ്യസ്നെസ് എന്ന് പറയുന്ന സെക്ഷനിലാണ് തുടങ്ങുന്നത്. ബിക്കോസ് ദാറ്റ് ഈസ് വാട്ട് ഐ ബിലീവ് ഡയറക്ട്സ് എവറിത്തിങ് എൽസ്. കോൺഷ്യസ്നെസ് ഡയറക്ട്സ് യുവർ എനർജി, എനർജി ഡയറക്ട്സ് ദ മൈൻഡ് ആൻഡ് മൈൻഡ് ഡയറക്ട്സ് ദ ബോഡി. അതുകൊണ്ട് ആ ഓർഡറിൽ പറഞ്ഞു എന്നുള്ളൂ. സ്പിരിച്വാലിറ്റി ആയിട്ട് ബന്ധമില്ലാത്തവർക്ക്, അല്ലെങ്കിൽ അത് ഉൾക്കൊള്ളാൻ അത്ര ഡെപ്തിലേക്ക് പോകേണ്ട ആവശ്യമില്ല എന്നുള്ളവർക്ക് ആ എൻറ്റയർ സെക്ഷൻ സ്കിപ്പ് ചെയ്യാം. അത് കോണ്ടന്റ് സെക്ഷനിൽ തന്നെ ഉണ്ട്. കോൺഷ്യസ്നെസ്, എനർജി, ബോഡി, മൈൻഡ്. കോൺഷ്യസ്നെസ് വെറുതെ ഓടിച്ചിട്ട് വായിച്ച് പോവുക. പക്ഷെ എന്തായാലും അതിൽ നിന്ന് എന്തെങ്കിലും കുറച്ച് വിത്തുകൾ കിട്ടും. പക്ഷെ അത് തീരെ സ്പിരിച്വലായിട്ട് പോകണ്ട എന്നുള്ളവർക്ക് ബോഡി, മൈൻഡ്, അത് കഴിഞ്ഞ് ഒരു എൻറ്റയർ ലൈഫ് ജേർണി എഴുതിയിട്ടുണ്ട്. അതിൽ നിന്ന് കിട്ടുന്നത് മാത്രം കിട്ടിയാൽ പോലും ഈ മരുഭൂമിയിൽ കുറച്ച് തുള്ളി വെള്ളം പോലെയാണത്. ഇങ്ങനൊരു ബുക്കുമായിട്ട് വരുമ്പോൾ എന്തായിരുന്നു ദ കോർ ഒബ്ജക്റ്റീവ് ഓഫ് വുമനോപോസ്? The core objective of Womenopause is to create awareness. അതിൻ്റെ subtitle is a midlife guide for women and their men, so that women and their men know how to deal with this big phase of life. ഒരു 10-15 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു കാലഘട്ടമാണ് പെരിമെനോപോസ്. അതൊരു 1 വർഷമോ 2 ദിവസമോ കുറച്ച് മാസങ്ങളല്ല, നമ്മുടെ ലൈഫിലൊരു വലിയ ചങ്കാണ്. ആ ഏരിയ നമ്മൾ കൈകാര്യം ചെയ്തില്ലെങ്കിൽ നമ്മുടെ എൻറ്റയർ ലൈഫ് അധപതനത്തിലോട്ട് പോവാം. ദ ഹോൾ ലൈഫ്, ബിക്കോസ് നമ്മൾ കൺഫ്യൂസ്ഡ് ആവും, നമ്മുടെ റിലേഷൻഷിപ്സ് നമ്മൾ നശിപ്പിക്കും. നമ്മുടെ ഇപ്പോൾ ഈ പറഞ്ഞ 70% ഓഫ് വിമൻ ആസ്കിങ് ഫോർ ഡിവോഴ്സസ് ആൻഡ് ദെൻ സെയിങ് മെൻ ആർ ദ പ്രോബ്ലം ടു എവറിത്തിങ് എന്ന് പറഞ്ഞാൽ ദേ ആർ ഗോയിങ് ടു ഗ്രോ ഓൾഡ് വെരി ലോൺലി ആൻഡ് ഹേറ്റിംഗ് മെൻ. ഒരു എൻറ്റയർ വിഭാഗം ഓഫ് സൊസൈറ്റീനെ ഹേറ്റ് ചെയ്തുകൊണ്ട് ജീവിക്കുക എന്ന് പറഞ്ഞാൽ എത്ര ഡാർക്ക് ആയിട്ടുള്ളൊരു സ്പേസ് ആണത്. അത് ആ അറിവില്ലായ്മ കൊണ്ട് വരുന്നതാണ്.
ഫ്രസ്ട്രേഷൻ കൊണ്ട് വരുന്നതാണ്. പക്ഷെ വൺസ് ഈ അറിവ് കിട്ടിക്കഴിഞ്ഞാൽ യു ക്യാൻ ചൂസ് ടു ബി അലോൺ, സിംഗിൾ ഓർ വാട്ട് എവർ. ഇപ്പോൾ ഞാൻ പെരിമെനോപോസ് ഒന്നും ഇല്ലാതെ 14 വർഷം ഒറ്റയ്ക്ക് ജീവിച്ച ആളാണ്. പക്ഷേ ഐ വാസ് നെവർ ഒരു പുരുഷ വിരോധിയായിട്ടല്ല. എനിക്ക് എൻ്റെ സ്പിരിച്വൽ ജേർണി മുന്നോട്ട് പോകാൻ ആ ഏകാന്ത ജീവിതം ആണ് നല്ലതെന്ന് തോന്നി. ഓട്ടോബയോഗ്രഫി ഓഫ് ഗോഡ് ഇറങ്ങിയതോടുകൂടെ ആ ജോലി കഴിഞ്ഞു, സ്പിരിച്വാലിറ്റിയിലെ പോർഷൻ കഴിഞ്ഞു എന്ന് തോന്നിയ പോലെ കറക്റ്റ് സമയത്ത് വിവാഹം കഴിക്കുകയും ഇപ്പോൾ ഞാൻ നേരിട്ടുകൊണ്ടിരിക്കുന്നത്, ഓ ഇത്രയും ബോൾഡ്, എല്ലാവരും എന്നെ ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞ എൻ്റെ ആ ബോൾഡിൻ്റെ ബുദ്ധിമുട്ട് ഇപ്പം ഞാനും എൻ്റെ ഹസ്ബൻഡും അത്യാവശ്യം നേരിടുന്നുണ്ട്. പക്ഷേ താങ്ക്സ് ടു ഹിം ബീങ് ജനറലി ഐ ഹാവ് അണ്ടർസ്റ്റുഡ് ദറ്റ് മെൻ ആർ ജെന്യുവൻലി വെരി കൈൻഡ്. അവർ ഓൾറെഡി സ്ട്രോങ്ങർ ആണെന്ന് അവർക്ക് അറിയാം. അവർക്ക് സ്ത്രീകളോടൊരു സോഫ്റ്റ് കോർണർ ഉണ്ട്. അവളെ വിഷമിപ്പിക്കണ്ട എന്നും പറഞ്ഞിട്ടാണ് പകുതി മുക്കാല് തീരുമാനങ്ങൾ അവരെടുക്കുന്നത്. എന്നിട്ടും സ്ത്രീകൾ കാണിക്കുന്ന പല കാര്യങ്ങൾക്കും ആ പോട്ടെ, അവർക്ക് അത്ര ഇഷ്ടമാണ് സ്ത്രീകളെ. പുരുഷന്മാർക്ക് സ്ത്രീകളെ ഇഷ്ടമാണ്. നമ്മളത് റിസീവ് ചെയ്യാൻ തക്കത്തിന് ഫെമിനൈൻ ആയി തുടങ്ങിയാൽ, ഇപ്പം ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയാം, ആസ് ഐ എം ബിക്കമിങ് മോർ ഫെമിനൈൻ, അതെൻ്റെ സംസാര രീതിയിൽ, എൻ്റെ ഡ്രസ്സിങ്ങിലെല്ലാം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. ഞാനത് ആക്ച്വലി വളരെ ബുദ്ധിമുട്ടിയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇറ്റ്സ് ബ്യൂട്ടിഫുൾ ആൻഡ് ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ട്രാൻസിഷൻ. ഐ ഹോപ്പ് ഓൾ അസ് ബോൾഡ് ആൻഡ് ഇൻഡിപെൻഡൻറ്റ് വിമൻ ഗെറ്റ് ടു എൻജോയ് ബോത്ത് സൈഡ്സ്. നമ്മുടെ മാസ്കുലിനും ഫെമിനിൻ സൈഡ്സും ഇൻറ്റഗ്രേറ്റ് ആവുമ്പോഴാണ്, ദാറ്റ് ഇൻറ്റഗ്രേഷൻ ഇസ് വേർ ദ ബ്യൂട്ടി ഇസ്. ആൻഡ് ആ ഇൻറ്റഗ്രേഷൻ ജെന്യുവൻലി സംഭവിക്കുന്ന ആ ട്രാൻസിഷൻ ഫേസ് it's most possible between the ages of 35 and 55. It's the sweet spot. ശരി. ഇനി പുസ്തകം എന്നാണ് പബ്ലിഷ് ചെയ്യണത്, റിലീസ് ചെയ്യണത്? ഞങ്ങൾ വിമൻസ് ഡേ മാർച്ച് 8ന് വി വിൽ ഓപ്പൺ പ്രീ ഓർഡർ എന്നാണ് പ്ലാൻ ചെയ്യുന്നത്. ആൻഡ് ദ ബുക്ക് ഷുഡ് ബി അവൈലബിൾ ഫ്രം ജൂൺ 2026 ഓൺവേർഡ്സ്. DC ബുക്സ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ? അതെ, DC ബുക്സ് മലയാളം എഡിഷൻ ഇറക്കുന്നുണ്ടാവും, പെൻഗ്വിൻ ഇംഗ്ലീഷ് എഡിഷൻ ഇറക്കും. ഓക്കെ. ഇപ്പം ബുക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വാട്ട് നെക്സ്റ്റ്? അതായത് കോൺവെർസേഷൻസ്, വർക്ക്ഷോപ്പ്, സെമിനാർസ്, ഹൗ ആർ യു പ്ലാനിങ് ടു ടേക്ക് ഇറ്റ് ഫോർവേഡ്? അന്ന് നിഷയാണ് എന്നോട് അതിനുള്ള വാക്ക് തന്നത്, സിസ്റ്റർഹുഡ്. We need to have a sisterhood where women can get together and discuss their real issues, not in comparison with others. മറ്റുള്ളവരായിട്ട് പോരല്ല, നമ്മുടെ പ്രശ്നങ്ങൾ എങ്ങനെ നമുക്ക് പരിഹരിക്കാം എന്നുള്ള ഹോൾ മൂവ്മെൻറ്റ് ഹാസ് ടു ബിഗിൻ വെർ വിമൻ സ്റ്റാൻഡ് ടുഗെദർ. ബിക്കോസ് സ്ത്രീകൾക്ക് കമ്മ്യൂണിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്നത്തെ മോഡേൺ ലൈഫിൽ വി ആർ ബിക്കമിങ് ഐലൻഡ്സ്. ആൻഡ് ദാറ്റ് ഈസ് വൺ മോർ റീസൺ വൈ വിമൻസ് ഹെൽത്ത് ഇസ് സഫറിങ്. ഞാനൊരു ഐലൻഡായിട്ട് 14 വർഷം ജീവിച്ച ആളാണ്, അതുകൊണ്ട് ബിലീവ് മീ ഇറ്റ്സ് നോട്ട് വർത്ത് ഇറ്റ്. കമ്മിങ് ടു ദ എൻഡ് ഓഫ് ദിസ് കോൺവെർസേഷൻ, ഇവിടെ പെരിമെനോപോസിലൂടെ പോകുന്ന സ്ത്രീകളുണ്ടാവും. ഇവിടെ ഇരിക്കുന്ന മെനോപോസിലൂടെ പോകുന്ന ഒരു സ്ത്രീയോട് എന്താണ്, വാട്ട് ഡു യു ഹാവ് ടു ടെൽ ദം? ആദ്യം നമുക്കെല്ലാവർക്കും ഒന്ന് കൈവോക്കിയാലോ. ഹൂ ഫീൽസ് ദേ ആർ ഗോയിങ് ത്രൂ പെരിമെനോപോസ്? Who knows and who knows they are going through? Quite a few know. ഇനി ഞാൻ പറഞ്ഞത് ആലോചിച്ചിട്ട് നാളെ മറ്റന്നാളായിട്ട് ഞാൻ ഒരു പക്ഷെ പെരിമെനോപോസലായിരിക്കാം എന്ന് പറയുന്ന ആൾക്കാരും ഉണ്ടാവും. സോ ഓൾ ഐ ഹാവ് ടു സേ ഇസ് ദർ ഇസ് നോ ഷെയിം, ദർ ഇസ് നോ ബ്ലെയിം, ദർ ഇസ് നോ ഗിൽറ്റ്, ദർ ഇസ് നോ റോങ് ഹിയർ. അറിവില്ലായ്മയാണ് എല്ലാത്തിൻ്റെയും ഫസ്റ്റ് സ്റ്റെപ്പ്. നെക്സ്റ്റ് സ്റ്റെപ്പ് ഇസ് അറിവുണ്ടാക്കുക. അതിന് ശേഷം, ലൈക്ക് യു സെഡ്, വി ഫൗണ്ട് കമ്മ്യൂണിറ്റീസ്, വി ഹാവ് ഡിസ്കഷൻസ്, വി ഹാവ് വർക്ക്ഷോപ്സ്, വി ആസ്ക് ദ ഗവൺമെൻറ് ടു ഗിവ് ദ റിക്വയർഡ് ഹെൽത്ത് എയ്ഡ്സ്. കുറേ വി ഹാവ് സോ മച്ച് വർക്ക് ടു ഡു ഓൺ ദിസ് ഫീൽഡ്. ഞാൻ തീർച്ചയായിട്ടും വിമനോപോസ് ഒരു ബുക്കിൽ നിൽക്കണം എന്ന് വിചാരിക്കുന്ന ആളല്ല. ഞാൻ നടന്ന് ഇതിനു വേണ്ടി ഒരു ലൈഫ് മിഷൻ പോലെ ഐ എം വില്ലിങ് ടു ഡു ക്യാമ്പെയിൻസ് ആൻഡ് വർക്ക്ഷോപ്സ് ആൻഡ് ഡിസ്കഷൻസ്. because I think this is what makes life worth it. Exactly. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ലെനയുടെ ബുക്ക് വായിച്ചപ്പം ചില വാക്കുകൾ, ചില സെൻറ്റൻസസ് എക്സാക്ട്ലി ദ സെയിം ദാറ്റ് വി ഹാവ് യൂസ്ഡ്. ഇഗ്നറൻസ് ഇസ് നോട്ട് ബ്ലിസ് എന്നാണ് ലെനയുടെ ബുക്കിൽ പറഞ്ഞിരിക്കുന്നത്. ഞാൻ എൻ്റെ ബുക്കിലും ഞങ്ങൾ ഇപ്പോഴാണ് ആദ്യമായിട്ട് കാണുന്നത് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. സോ ലെറ്റ് മീ ടെൽ യു, ഇഗ്നറൻസ് ഇസ് നോട്ട് ബ്ലിസ്. വി ഓൾ നീഡ് അവെയർനെസ്. ആൻഡ് ഓവർ ടു ദ ക്വസ്റ്റ്യൻസ്. എന്താണ് ഓഡിയൻസിന് ചോദിക്കാനുള്ളതെന്ന്? ഞാൻ എൻ്റെ കാഴ്ചപ്പാടെന്ന് പറയുകയാണെങ്കിൽ, ഞാൻ കണ്ടതിൽ വെച്ച് ഈ ചെറുപ്പം തൊട്ടേ ആണുങ്ങളും പെണ്ണുങ്ങളും ഒരു ഡിസ്ക്രിമിനേഷൻ വരുന്നത് എവിടെ വെച്ചാൽ വർത്തമാനത്തിലാണ്. ഒരു ആണ് ഒന്ന് പേടിച്ച് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താടാ പെണ്ണേന്ന് വിളിക്കും. ഒരു
അതേപോലെ തന്നെ ഒരു കളിക്കാൻ വിളിക്കാണ്, അപ്പൊ കളിച്ചാൽ വന്നില്ലെങ്കിൽ പെണ്ണുങ്ങളെ പോലെ പെരിയിരിക്കണ് അങ്ങനെ പറയും. പക്ഷേ ഈ പേടി ഇല്ലാത്തവരെ പെണ്ണ് എന്ന് വിളിക്കുന്ന ആ ഒരു വ്യക്തി ആലോചിക്കുന്നില്ല ലോകത്തെ ഏറ്റവും വലിയ പോരാളി നമ്മൾ പറയുന്ന അമ്മേനെയാണ്. അമ്മ ഒരു പ്രസവത്തിന് എടുക്കുന്നതിന്റെ ഒരു പകുതി ശതമാനം വേദന പോലും ഒരു പുരുഷനും ജീവിതത്തിൽ ഒരിക്കലും അതെടുക്കാനുള്ള ധൈര്യം ഉണ്ടാവില്ല, ഒരിക്കലും അതിനുള്ള ധൈര്യം ഉണ്ടാവില്ല. അപ്പൊ ഞാൻ എൻ്റെ മനസ്സിൽ നിന്ന് ഞാൻ ഇത്രയും കാലം ഒബ്സർവ് ചെയ്തതിൽ വെച്ച ഏറ്റവും വലിയ പ്രശ്നം അതാണ്. അതായത് ഹിന്ദിയിലുള്ള തെറികൾ നമ്മൾ ആലോചിച്ചാൽ മനസ്സിലാവും ഫുള്ള് പെണ്ണുങ്ങളെ പറ്റിയിട്ടാണ്. ഏട്ടത്തി, അമ്മ, അതിനെ കുറിച്ചാണ് ഫുള്ള് തെറികൾ. നമ്മളെ നാട്ടില് അങ്ങനെയല്ല, ഫുള്ള് തന്തക്കാണ്. മറ്റേത് ഫുള്ള് അങ്ങനെയാണ്. നമ്മളെ നാട്ടില് 100% ലിറ്ററസി ഉണ്ടായതുകൊണ്ട് നമ്മള് തന്തക്കാണ് വായിക്കണേ. മറ്റേത് ഫുള്ള് അമ്മക്കും ചേച്ചിമാർക്കുമാണ്. മറ്റേ ഇംഗ്ലീഷിൽ നോക്കാനുള്ള തെറികളും അങ്ങനെ തന്നെയാണ്. നമ്മൾ മാത്രമാണ് കുറച്ച് മെച്ചകൾ. അപ്പൊ ഞാൻ പറയുന്ന ഏറ്റവും വലിയ പ്രശ്നം, ഏറ്റവും വലിയ ഡിവൈഡ് അവിടെയാണ് വരുന്നത്. പക്ഷെ അതിനെ കുറിച്ച് ആരും ഒന്നും പറഞ്ഞ് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. എത്ര സിമ്പിൾ ആയിട്ടാണ് പെണ്ണെ, ഒരു ആണിനെ കളിയാക്കിക്കൊണ്ട് പെണ്ണെ എന്ന് വിളിക്കുന്നത്, എത്ര സിമ്പിൾ ആയിട്ടാണ് അങ്ങനെ പറയുന്നത്. അത്രേ ഉള്ളൂ. ഞങ്ങളൊക്കെ കുട്ടിക്കാലത്ത് കണ്ടു വളർന്ന ലെന മാം എന്ന് പറഞ്ഞ ആ മറന്നിട്ടും എന്തിനും ആ സോങ്ങിൽ നാവ് ഇങ്ങനെ ഞാറൽക്കായുടെ കളർ ഇങ്ങനെ വന്നിട്ട് അങ്ങനെ ആ ഒരു സ്വീറ്റ് ആൻഡ് സോഫ്റ്റ് ഇന്നസെൻ്റ് ആ ഒരു ഫിഗർ ആയിരുന്നു. പിന്നെ ഓമൻ തിങ്കൾ പക്ഷി കുറച്ചുകൂടി വലുതായപ്പോൾ വന്ന അടുത്തൊരു ഇമേജ് ആയിരുന്നു. അതും സോഫ്റ്റ് ആൻഡ് കാം ആൻഡ് കൂളാണ്. പിന്നീട് കുറച്ച് കാലം എൻ്റെ മനസ്സിൽ എവിടെയും ലെന മാം ഉണ്ടായിരുന്നില്ല. പിന്നീട് ഈ റീസെൻ്റ്ലി കുറച്ചൊരു 5 വർഷത്തിനുള്ള ഒരു സ്പിരിച്വൽ ഒരു ഫിഗറിലേക്ക് വന്നു. ഈവൻ എൻ്റെ പേഴ്സണലായിട്ടുള്ള ആസ് എ വുമൺ ഓർ ഗേൾഹുഡ് ഡേയ്സിലായിക്കോട്ടെ, ഞാൻ ഓവർകം ചെയ്തിട്ടുള്ള പല ഒരു സൊല്യൂഷൻ്റെയും ഒരു കാരണം അല്ലെ മറ്റൊരു അറ്റത്ത് മാമിൻ്റെ ടോക്സ്, അതായത് ഈ ലേറ്റ് നൈറ്റിലായിക്കോട്ടെ, നമുക്ക് സ്ത്രീകൾക്കൊരു ഇതുണ്ട്, നമ്മൾ ഇരുന്ന് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ വരുന്ന ചിന്തകൾ. അപ്പോൾ ഇതിന് ഉത്തരം പറഞ്ഞു തരാൻ ആരെങ്കിലും ഉണ്ടാവണമല്ലോ. അപ്പോൾ ഒരുപാട് ഉത്തരങ്ങൾ ഒരു അതർ എൻഡിലായി ഇരിക്കുന്നതെങ്കിൽ പോലും ഒരുപാട് സ്ത്രീകൾ അത് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുണ്ട്. പിന്നീട് ഇപ്പോൾ ഈ പറഞ്ഞ വുമണോപോസ് എന്നുള്ള ബുക്കിൽ എത്തി നിൽക്കുകയാണ്. അപ്പോൾ ആ ഒരു ട്രാൻസിഷൻ ഉണ്ടല്ലോ, ആ ഷിഫ്റ്റ്, ആ ഒരു സ്വിച്ചിങ് എങ്ങനെയായിരുന്നു ഈച്ച് ഫേസ് ഓഫ് യുവർ ലൈഫ്, അതിവിടെ ഇരിക്കുന്ന കുട്ടികൾക്കായിക്കോട്ടെ, സ്ത്രീ ജനങ്ങൾ മറ്റുള്ളവർക്കും അത് അറിയാൻ ആഗ്രഹമുണ്ട്. ആ ഒരു ട്രാൻസിഷൻ ഒന്ന് പറയുകയാണെങ്കിൽ നല്ലതായിരുന്നു. ഷുവർ, താങ്ക് യു. ഈ എഴുത്ത് എന്ന് പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നത് ഒരുപാട് എക്സ്പീരിയൻസിൽ നിന്നും വന്നാലേ അതിനർത്ഥം ഉണ്ടാവുള്ളൂ, ആരുടെയെങ്കിലും ലൈഫിൽ മാറ്റം വരുത്തുള്ളൂ. അപ്പോൾ ദി ഓട്ടോബയോഗ്രഫി ഓഫ് ഗോഡ് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആത്മകഥ എന്ന് പറയുന്ന എൻ്റെ ഫസ്റ്റ് ബുക്കിൽ ഒരുപാട് ഓട്ടോബയോഗ്രഫിക്കൽ ആയിട്ടുള്ളൊരു ബുക്കാണ്. അപ്പോൾ അത് വായിച്ചാൽ തന്നെ അറിയാം ഞാൻ എവിടെ നിന്നാണ് വരുന്നത്, എൻ്റെ സ്പിരിച്വൽ എക്സ്പീരിയൻസസ് എന്തായിരുന്നു, അത് കാരണം ഞാൻ നേരിട്ട സ്ട്രഗിൾസ് എന്തായിരുന്നു. ഇതെല്ലാം ഒരു 20 വർഷത്തോളം ഞാൻ ജീവിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇനിയിപ്പോൾ ഇതൊരു പുസ്തകമാക്കാൻ റെഡിയായി. അപ്പോൾ ഒരു സഡൻ ചേഞ്ച് അല്ല, പക്ഷെ നിങ്ങൾ അതുവരെ എന്നെ സിനിമാ നടിയായിട്ട് മാത്രം കണ്ടുകൊണ്ടും എൻ്റെ റോളുകളിൽ നിന്നും 2ാം ഭാവത്തിലെ റോള്, ഈ റോള്, സ്പിരിറ്റിലെ പോലീസ് റോള്, പിന്നെ ആ റോള്, അങ്ങനെ നിങ്ങൾ പറയുന്നു ഇതാണ് ലെന. അതല്ല ലെന, അത് ലെന ചെയ്ത വേഷങ്ങളാണ്. പക്ഷെ ഞാൻ ആരായിരുന്നു ഇതുവരെ എന്നുള്ളത് ആ ബുക്കിലുണ്ട്. പിന്നെ ആ ബുക്ക് ദി ഓട്ടോബയോഗ്രഫി ഓഫ് ഗോഡ് അവസാനിക്കുന്നത് ഞാൻ ഈ പുസ്തകം നിങ്ങൾക്ക് വേണ്ടി എന്തുകൊണ്ട് എഴുതി എന്ന് പറഞ്ഞ് അവസാനിക്കുന്ന ബുക്കാണ്. വിമനോപോസ് അവിടെ നിന്നുള്ളൊരു തുടർച്ചയാണ്. സോ ഒന്നും സഡൻ അല്ല, ഒരു സ്ലോ ട്രാൻസിഷനാണ്. Thank you so much, Lena, for writing this book and also talking about this and planning to create awareness about menopause. And audience also, thank you for asking questions. Thank you so much. Thank you.